ഹലോ, ആ എന്തുള്ള വിശേഷങ്ങൾ? സുഖല്ലേ? നല്ല വിശേഷം. ഇത് ലിയാക്കത്ത് അതെ അല്ലേ? അതെ. ഓക്കെ. ഞാൻ നിങ്ങളെ അത്യാവശ്യം വീഡിയോസ് കണ്ടിക്ക അത്യാവശ്യം. ആ അപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട് ബഹ്റൈനിൽ. ഇപ്പൊ നമ്മള് അങ്ങനെ ഓരോരോ പല വിഷയങ്ങളും സംസാരിക്കും. ആ അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ ലിയാക്കത്ത് അലിനെ വിളിച്ചിട്ട് ഒന്ന് ഒരു സംസാരിക്കണം. മിനിറ്റ്. ആ ഇനി പറഞ്ഞോളെ. ഓക്കെ, സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല? രണ്ടു ആ വർഷം പറഞ്ഞോളെ. അപ്പോ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഫസ്റ്റ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ വടകരയാണ്. നിങ്ങളുടെ നാട് എവിടെയാണ്? കോഴിക്കോടാ? ഞാൻ പാലക്കാട് മണ്ണാർക്കാട്. ഓക്കെ. അപ്പൊ നമ്മള് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിൽപ്പെട്ടതാണ്. ഞാനും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ആത്മീയമായിട്ടുള്ള ചർച്ചകൾ നടക്കും നമ്മളത്. അപ്പൊ ഓനിങ്ങനെ എന്നോട് ഇങ്ങനെ ലിയാക്കത്ത് അലി എന്ന് പറഞ്ഞൊരു ഒരാളുണ്ട്. കുറെ ആള് ഒരു നല്ല വിദഗ്ധനാണ്, നല്ല സ്മാർട്ടാണ്. അപ്പൊ മൂപ്പര് ഇങ്ങനെ പല സംശയങ്ങളും പറയലുണ്ട്. ആർക്കൊരു മര്യാദക്കൊരു ആൻസർ ഒന്നും കൊടുക്കാൻ പറ്റലില്ല. അപ്പൊ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇന്നലെ എനിക്ക് നമ്പർ കൊണ്ട് തന്നെ തരുന്നത് ബഹ്റൈനിലാണ് ആളുകൾ. അപ്പൊ നമ്മളിന്നലെ രാത്രിയിലാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ പുലർച്ചെ വരെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുലർച്ചെ തന്നെ വിളിച്ചങ്ങളെ. പക്ഷെ നിങ്ങൾ എടുത്താൽ എനിക്ക് തോന്നുന്നത് എന്തോ പറ്റിക്കൊണ്ട് അങ്ങനെ ഇന്നലെ പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് 5:30. അതെ. അതെ, ചിലപ്പോ എണീക്കുന്ന പരിപാടി ഉണ്ടാവും വിചാരിച്ചിട്ടാണ് വിളിച്ചു നോക്കിയത്. അങ്ങനെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല. പക്ഷെ ഞാൻ അങ്ങനെ കിടന്നു പോയി. നമ്മൾ തമ്മിൽ ഫസ്റ്റ് കോളാണെങ്കിലും കുറെ കാലത്തെ പരിചയം പോലെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുള്ള ഒരു പരിചയമാണ്. അപ്പൊ നിങ്ങളിങ്ങനെ ഓരോരോ വിഷയങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇങ്ങനെ മൂപ്പരായിട്ടൊന്ന് സംസാരിക്കുക, കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനൊന്നും പറഞ്ഞിട്ടു. അങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അപ്പോ ഇപ്പൊ ഓഫീസായിട്ട് സംസാരിക്കുന്ന പ്രശ്നമില്ലല്ലോ? ഇല്ലല്ല, പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവം ഇല്ല എന്നൊക്കെ പലതും പറയുന്നതല്ലേ പറഞ്ഞേ? നിങ്ങൾ ആദ്യം EK സംഘടനയില് പഠിക്കാനും ചെയ്തിട്ടുണ്ടായിരുന്നെല്ലാം പറഞ്ഞു. അപ്പൊ മുമ്പോട് ഇങ്ങനെ സംസാരിച്ചിട്ട് എന്തെല്ലാം വിവരങ്ങളൊന്നും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിച്ചേ. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയാനും അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാനൊന്നും ഇല്ല. എന്നാലും ഒരു ഡിസ്കഷൻ ആക്കാന്നൊരു തോന്നല്. നിങ്ങള് ലിയാക്കത്ത് അലി എന്ത് വർക്ക് ചെയ്യുന്നില്ല നിങ്ങള്? അല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ഞാൻ വെറുതെ ചോദിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ടോപ്പിക് വേണ്ടെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ദുബൈയിലായിരുന്നു. ഞാനിപ്പം വന്നിട്ട് കുറച്ചായി, ഒരു കൊല്ലത്തിന്റെ മേലെയായി. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ പോകും വരും, അങ്ങനെയാണുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവൂലേ? ഉണ്ടല്ലേ? ഓക്കെ. വേറെന്തെല്ലാം വിശേഷങ്ങള്? വേറെന്താ വിശേഷം? പറയാനുള്ള പോയിന്റുകളിലേക്ക് വന്നോളി. നേരെ നമുക്ക് സമയം കളയണ്ടല്ലേ? അല്ല, പോയിന്റ് ഒന്നും ഇല്ല. ഞാൻ ഇങ്ങനെ ദൈവം ഇല്ല എന്നൊക്കെ പറയുന്ന നേരം ഇങ്ങനെ നിങ്ങൾ വെറുതെ പറഞ്ഞല്ലോ. ദൈവം ഉണ്ടെന്ന് നമുക്ക് ബോധ്യമില്ല. അങ്ങനെയാന്ന് പറയുന്നല്ലേ? പറയാൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാല് എല്ലാ കമ്മ്യൂണിറ്റികളും മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഓരോരുത്തർ സ്വാർത്ഥതയും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോവും അല്ലേ? നമ്മളെ കണ്ടെത്തൽ എന്താ നിങ്ങള്? നമ്മളെ കണ്ടെത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ മനുഷ്യനിലും പ്രവർത്തിക്കുന്നത് ദൈവം തന്നെയാണ്. ആത്മാവ് എന്ന് പറയുന്ന ആ സോഴ്സ്. അപ്പൊ പിന്നെ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിന് വേറെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലല്ലോ? ഉണ്ട്, അർത്ഥമുണ്ട്. നമ്മളെ ഓരോ മനുഷ്യനിലും വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന എന്തോ അതാണ് ദൈവമെങ്കിൽ പിന്നെ ദൈവത്തിന് എന്ത് പ്രസക്തി? ദൈവം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റി, വേറൊരു സാധനം ഒന്നും അല്ലല്ലോ. അല്ല, വേറൊരു സാധനമല്ല, എനർജി തന്നെയാണ് ശരിക്കും. പക്ഷെ അതിന്റെ രൂപങ്ങൾ നമുക്ക് ഈ കണ്ണിൽ കാണണമെങ്കിൽ നമ്മൾ വേൾഡിനെ അതൊക്കെ നിങ്ങളുടെ സങ്കല്പല്ലേ? ദൈവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടല്ലേ? അങ്ങനെ പല ആൾക്കാർക്ക് പല കാഴ്ചപ്പാടുകളുണ്ട്. അതിലൊന്നും നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിന് പകരം ദൈവത്തിന്റെ പേരില് ആളുകൾ സംഘടിക്കുകയും ഒരു പർട്ടിക്കുലർ ദൈവവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചില ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കുകയും അത് കഴിഞ്ഞിട്ട് അതിനൊരു മതരൂപം പൂണ്ടുവരികയും പിന്നീട് അത് രാഷ്ട്രീയ അധികാരമാവുകയും മറ്റു മനുഷ്യരുടെയും ജീവിതത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോഴേ
അതത്ര നിഷ്കളങ്കമായ ഒരു സാധനം. നിങ്ങളിപ്പോ ചിന്തിക്കുന്ന പോലത്തെ നിങ്ങളെ ഭാവനയിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദൈവചിന്ത അല്ല അത്. അത് ഭീകരമായ ഒരു പ്രശ്നമാണ്. മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പക്ഷെ പ്രശ്നമായിട്ടാണ് നിൽക്കുക. അവിടെയാണ് ഇതിന്റെ വിഷയം കംപ്ലീറ്റ് ഇരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാല് മനുഷ്യർ എങ്ങനെ ഇവിടെ ജീവിക്കണം, എല്ലാ വിഷയങ്ങളും എല്ലാ ദൈവങ്ങളും മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയാണ് എന്നുള്ളിടത്തേക്ക് എല്ലാവരും, അല്ലെങ്കിൽ ആരാണ് അങ്ങനെ നമ്മൾ കാണുന്നുമില്ല, അങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ചതായിട്ട് അറിവുമില്ല. എങ്ങനെ ഏതെങ്കിലും മതങ്ങളെല്ലാവരും മനുഷ്യരുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതായിട്ടും നിലനിൽക്കുന്നതായിട്ടും അല്ല നമ്മൾ കാണുന്നത്. മതങ്ങളും ദൈവങ്ങളും ഒക്കെ എല്ലാ കാലത്തും രൂപപ്പെട്ടു വരുന്നത് ആ മതത്തിന്റെ ആ കാലഘട്ടത്തിൽ ആ മതം രൂപീകരിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രയോക്താക്കളാവുകയോ ചെയ്യുന്ന ആളുകളിൽ അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ രാഷ്ട്രീയമാവാം, അല്ലാതെ ആവാം, ആത്മീയമാവാം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരവരുടെ, ഇപ്പൊ നിങ്ങളുടെ ദൈവത്തിനെ കുറിച്ച് പറയുന്ന പോലെ അവരവരുടെ ദൈവത്തെ കുറിച്ച് പറയുന്നു. അത് പലതും നിയമമാക്കുന്നു, അത് പലതും വലിയ ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന വിശ്വാസങ്ങളാക്കി മാറ്റുന്നു. അതെ, പിന്നെ വേറെ അർത്ഥമൊന്നുമില്ല. അങ്ങനെ തന്നെയുള്ളൂ, അങ്ങനെയാണ് നിലനിന്നിട്ടുള്ളൂ. പിന്നെയുള്ളത് നിങ്ങൾ പറയുന്ന പോലത്തെ ഒരു ദൈവമാണ്. ആ ദൈവത്തെ കുറിച്ച് നമുക്ക് വേറെ തർക്കവും ചർച്ചയൊന്നും ഇല്ല. ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് ഓരോ ആളുകൾക്കും ഓരോരോ തോന്നലാണ് ദൈവത്തെ കുറിച്ചുള്ളത്. അങ്ങനെ അത് പിന്നെ അതിൽ കാര്യമില്ല. അതിൽ പിന്നെ ചർച്ചയ്ക്കൊന്നും പ്രസക്തിയില്ല. അങ്ങനെ ഓരോ ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ മറ്റു മനുഷ്യനെ ഉപദ്രവിക്കാത്ത രീതിയിൽ ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളോ കാഴ്ചപ്പാടുണ്ടാവുന്നതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല. അതിനെ കുറിച്ചൊന്നും നമുക്ക് അഭിപ്രായമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയും ഏതെങ്കിലും ഒരു ദൈവം എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് വിശ്വസിക്കുന്ന ആളല്ല. അത്രേ ഉള്ളൂ. അത് പിന്നെ അത് ഓരോ ആളുകളുടെ ചോയ്സ് ആണല്ലോ. ഇപ്പൊ നിങ്ങള് സങ്കല്പിക്കുന്ന ദൈവമായിരിക്കൂല വേറൊരു നിങ്ങളെ തൊട്ട അയലോക്കത്തുള്ള വേറൊരാളോട് ചോദിച്ചിട്ടുണ്ടാവുക. അയാളെ ദൈവത്തെ കുറിച്ചുള്ള ആട്രിബ്യൂട്ട്സ് വേറെ ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വലിന്റെ ചിന്തയിൽ വരുന്നതാണ്. അല്ല, ശരിക്കും എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോരോ ദൈവങ്ങൾ ഉണ്ടാക്കി അവരെ ധരിക്കുന്ന കൺസെപ്റ്റില്. അങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോ ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ആ ദൈവങ്ങളെ ഒരാളുടെ ദൈവം അല്ലെങ്കിൽ ഒരാളുടെ സങ്കല്പത്തിലെ ദൈവം അത് മാത്രമാണ് ശരിക്കുള്ള ദൈവം എന്ന് പറഞ്ഞിട്ട് ആളുകളെ സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി പിന്നെ അവരുടേതായിരിക്കുന്ന കാര്യങ്ങളിൽ കൊണ്ടുപോവുകയും ചെയ്തു. അതിന്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇസ്ലാമൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാ മതങ്ങളും ഓൾമോസ്റ്റ് ഇപ്പൊ ഇന്ന് നിലനിൽക്കുന്ന മതങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. മതങ്ങൾ എന്ന രീതിയിൽ രൂപം കൊണ്ടിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. അതെ, മതങ്ങൾ ഇപ്പൊ നമ്മൾ ബുദ്ധമതം പോലും ആ ഒരു രൂപം പൂണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അല്ല, അതായത് മതം എന്ന് പറയുന്ന അണികളാണ്, മനുഷ്യരുടെ അറിവുകളാണ്. ശരിക്കുള്ള ഒറിജിനാലിറ്റിയിലേക്ക് മനുഷ്യർ ആ അറിവിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഈ വിഷയം കംപ്ലീറ്റ് വരുന്നത്. ആ ഒറിജിനാലിറ്റിയിലേക്ക് എത്തുന്നേരം നിങ്ങൾക്ക് എനിക്ക് വ്യത്യാസമായിരിക്കുന്ന പറഞ്ഞു. അല്ല, അതെ, വ്യത്യാസമായിരിക്കും. പക്ഷെങ്കിൽ അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഒറിജിനലിലേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പറയാം, എനിക്ക് എന്റെ ആശയം പറയാം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ആശയം എനിക്കോ എന്റെ ആശയം നിങ്ങൾക്കോ പൂർണ്ണമായിട്ട് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞോളൂ. നിങ്ങളുടെ ആശയം ഞാൻ ഫുള്ള് അംഗീകരിക്കും. അത് അതിലൊരു സംശയം. എന്നെ സംബന്ധിച്ച് എന്റെ ആശയങ്ങളില് ദൈവം എന്ന് പറഞ്ഞ സങ്കല്പം വരുന്നില്ല. അതായത് അഭൗതികമായിട്ടുള്ള ഒന്നും കടന്നു വരുന്നില്ല. ഭൗതികമായിട്ടുള്ള നമ്മള് ജീവിക്കുന്ന യാഥാർത്ഥ്യം ഉണ്ടല്ലോ, വർത്തമാനകാല ജീവിത യാഥാർത്ഥ്യത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇല്ല, ദൈവം അവിടെ വേറെ നിൽക്കട്ടെ. പക്ഷെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യരായി ജീവിക്കുക, സന്തോഷാനന്ദകരമായിട്ട് ജീവിക്കുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തണ്ടേ? അതിന് ഏറ്റവും വലിയ തടസ്സം മതങ്ങളാണ്. അത് മതം ശരിക്കും പറഞ്ഞാൽ ഞാനും പറയുന്നത് അത് തന്നെയാണ്. മതം എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറ്റി നിർത്തിയിട്ട് വിഭാഗീയത എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാൻ പാടില്ല. മതങ്ങൾ മാറ്റി നിർത്തിയ പിന്നെ ദൈവം ഇല്ല, അതാണ് പ്രശ്നം. ഇപ്പൊ നമ്മള് പല ആളുകളും നിങ്ങളെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ സംസാരിക്കുമ്പോ അവരൊക്കെ സങ്കല്പിക്കുന്നത് ഒരു ദൈവം, ആ ദൈവം മതാതീതനായ ഒരു ദൈവത്തെ കുറിച്ചാണ്. അതായത് മതമൊന്നുമില്ല, എന്നാൽ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ പിന്നിലെ ചൈതന്യമായിട്ട് വിളങ്ങി നിൽക്കുന്ന ഒരു ശക്തി, ഒരു എനർജി, അതാണ് ദൈവമായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു ദൈവത്തിന് സ്വന്തം നിലക്ക് നിലനിൽപ്പില്ല. അത് ഓരോ ഇൻഡിവിജ്വൽസിന്റെ ചിന്തയാണ്. അത് അത്തരമൊരു ദൈവം ഈ മതസമൂഹങ്ങളൊക്കെ ഈ അവരവരുടെ മതദൈവങ്ങളെ മാറ്റിയിട്ട് ഈ ഒരു ദൈവസങ്കല്പത്തെ സ്വീകരിച്ച് അല്ലെങ്കിൽ ദൈവത്തെ ആ രീതിയിൽ പറയാനും പഠിപ്പിക്കാനും ഒക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ആഗ്രഹിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആനന്ദകരമായ ജീവിതം എന്താണ്, കാരണം ജീവിതത്തിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിന്റെ ആൻസർ കിട്ടിയാലാണ് എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് തിരിയാൻ.
ജീവിക്കുന്നതിന്റെ ഏറ്റവും ഉദ്ദേശം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അതെ, അതന്നെയാണ് അതന്നെ ഉദ്ദേശം. പക്ഷെ ജീവിതത്തിന് അത് യാഥാർത്ഥ്യ ബോധത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതില് ബാക്കി കൺഫ്യൂഷൻസും പോയി കിട്ടും. പക്ഷെ അതിനൊരു എൻഡ് ഉണ്ടാകുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എൻഡ് ഉണ്ടാവാൻ പാടില്ലല്ലോ മനുഷ്യന്റെ ജീവിതത്തിൽ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹ ചിന്തയല്ലേ. ദൈവം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചിന്തയാണത്. എല്ലാം അതാൻ പറഞ്ഞത്. അത് നമ്മളെന്തായാലും അംഗീകരില്ല. ഞാനിത് നമ്മളെ തമ്മിൽ ഒരിക്കലും പിന്നെ വേണ്ടിയല്ലേ സംസാരിക്കും. ഇപ്പൊ നമ്മള് മരണമാണ് നിങ്ങൾ പറയണെങ്കില് മനുഷ്യരുടെ ആയുർദൈർഘ്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അത് ഇനിയും കൂടും. അത് ഇനിയും കൂടുന്ന് പറഞ്ഞാല് അത് ഇങ്ങനെ ഗവേഷണം പരീക്ഷണം ചിലപ്പം 200 വർഷം 250 വർഷമൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹം ഉണ്ടായി വരും. അത് ചിലപ്പോ പിന്നെ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സങ്കല്പമാണ്, കഥയാണ്. അങ്ങനെ അങ്ങനെ ഇല്ലാന്ന് പറയുന്നതാണെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളില്ല അതിന്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരാള് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ജീവിക്കുന്ന ഒരു ആയുസ് വെച്ചിട്ടല്ലല്ലോ നമ്മളൊരു ആയുർദൈർഘ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആവറേജ് ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ഇപ്പം പ്രത്യേകിച്ച് മലയാളികളുടെ ഒക്കെ 70ലേക്ക് എത്തി. അതെ. അപ്പോ അത് ഇനിയും കൂടും എന്നുള്ളതാണ് നമ്മള്. മരണം എന്ന് പറയുന്നത് നമ്മളൊരു പർട്ടിക്കുലർ ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയാം. അതൊരു പ്രോസസ്സാണ്. ജനനം പോലെ തന്നെ ഒരു പ്രോസസ്സാണ് മരണം. ഒരു പ്രോസസ്സാണ്. അതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ വളരെയധികം മരണം ഉണ്ടാവാൻ പാടില്ലല്ലോ, എൻഡ് ഉണ്ടാവാൻ പാടില്ലല്ലോ എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം ഇതിനൊരു തുടക്കം ഉള്ളതുകൊണ്ടാണ് ഇതിനൊരു ഒടുക്കുള്ളത്. അതെ, തുടക്കം എന്ന് പറയുന്നത് നമ്മളെ കാഴ്ചപ്പാടിലല്ലേ. നമ്മളെ ഉമ്മാന്റെ വയറ്റിൽ വന്നോണ്ടല്ലോ നമുക്കൊരു തുടക്കമായിട്ട് തോന്നുന്നത്. നമ്മളെ ഉമ്മാന്റെ വയറ്റിൽ നമ്മൾ എങ്ങനെയാ വന്നെന്ന് നോക്കുന്നവരല്ലേ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നത്. അതെ, ഒരു തുടർച്ചയാണെന്നുള്ളത്. ഒരു തുടർച്ച തന്നെയാണല്ലോ കറക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം അതെ, ആ തുടർച്ചയിലൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നത്. അപ്പൊ അത് മുന്നിലോട്ടും പോവാം പിന്നിലോട്ടും പോവാം. പിന്നിലോട്ടും പോവാം. അതന്നെ പറയുന്ന പിന്നിലോട്ടുള്ള പോക്കും മുന്നിലോട്ടുള്ള പോക്കും കൂടി നമ്മൾ കാണുന്നതിലാണ് നമ്മൾ എന്തോ ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആ മുന്നിലോട്ടുള്ള പോക്കും പിന്നിലോട്ടുള്ള പോക്കും നമ്മളുടെ ഭാവനയിൽ മാത്രമേ ഉള്ളൂ. എല്ലാം നമ്മൾ കണ്ടിട്ടില്ല. സമീപമായിട്ടുള്ള ഭാവിയെ കുറിച്ചും സമീപ ഭൂതത്തെ കുറിച്ച് മാത്രമുള്ള അറിവുകളേ ഉള്ളൂ. അല്ല, പക്ഷെ ബാക്കിയുള്ള അറിവുകൾ നമ്മൾ ശേഖരിക്കുന്നത് മറ്റുള്ള ആരോ കണ്ടുപിടിച്ച അറിവുകളിലൂടെ അല്ലേ. അല്ലാണ്ട് നമ്മൾ സ്വയം കാണുന്നില്ലല്ലോ. ആ ബാക്കിയുള്ള ഇപ്പൊ അറിവുകൾ ഇങ്ങനെ ശേഖരിച്ചു വെക്കലും കൈമാറ്റം ചെയ്യലൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. മനസ്സിലായോ? വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടമായിട്ടുള്ളൂ. ഒരു 6000-7000 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോ. അത് തന്നെ പൂർണ്ണമൊന്നുമല്ല. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ നമുക്ക് ലോകത്തുള്ള എല്ലാ അറിവുകളും എല്ലാവർക്കും കരസ്ഥമാവുകയും അത് ആവശ്യമുള്ളവർക്കൊക്കെ സൂക്ഷിച്ചു വെക്കുകയും അത് ഇംപ്രവൈസ് ചെയ്തിട്ട് പുതിയ അറിവുകളിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമൊന്നും അല്ലല്ലോ. അല്ല ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് എതിരല്ലേ കേട്ടോ. നിങ്ങൾ പറയുന്നതിന്റെ ഒരു മറുപടി പറയാനുള്ള ഒരു സമയം കൂടി എനിക്ക് തരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു ആശയം എന്ന് പറഞ്ഞോളി. ഇനി ഞാൻ പറയട്ടെ. കാരണം ഇത്രയും ഡെവലപ്പായ ഈ ലോകത്തിൽ നമ്മൾ ഓരോ മനുഷ്യരും കഴിക്കുന്ന ഫുഡ് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതല്ലല്ലോ. മറ്റുള്ള എല്ലാ മനുഷ്യരുടെയും കൈകളാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും കൈകളുണ്ട് എന്ന് തന്നെ പറയാം. ഓരോ മനുഷ്യരും കഴിക്കുന്ന ഭക്ഷണത്തിലായാലും ഉപയോഗിക്കുന്ന ഏത് വസ്തുക്കളിലായാലും. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് തന്നെ എന്നുള്ളിടത്തേക്ക് നമുക്ക് അവിടെയെങ്കിലും എത്താൻ പറ്റുമല്ലോ. മനുഷ്യർക്ക് എന്തും പറയാം. ഓരോരുത്തരുടെ അറിവാണല്ലോ. അറിവിനനുസരിച്ച് എന്തും സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മളുടെ ഈ പ്രത്യക്ഷത്തിൽ കാണുന്നതിനെ മുഴുവനായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങളിപ്പോ സംസാരിക്കുന്നത് എൻ്റെ ഒരു കാഴ്ച എങ്ങനെയല്ല. ഞാൻ നിങ്ങളെ റീൽ പറയുന്നില്ല. ഞാനൊരു ബ്രദർ എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ധരിക്കുന്ന ഒരു കാഴ്ചപ്പാടിലൂടെ സംഗതി ഇല്ല എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഒറിജിനൽ മനസ്സിലാക്കിയിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്നതാണോ എന്ന് എനിക്ക് തിരിയുന്നില്ല. അത് നമ്മൾ ഒറ്റൊരു വർത്തമാനത്തിലൂടെ കാണാം. എന്നെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഏത് രീതിയിലാണ് നിങ്ങളെ സംസാരിച്ചിട്ട് എന്തെന്നാ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തിരിയാത്തോണ്ട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് വരും. ആദ്യം ഒരു സൗഹൃദം ഉണ്ടാക്കിയിട്ട് ഞാൻ ഒറിജിനലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളിത് പിന്നെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഇതിന് ശരിക്കുള്ള ആൻസർ കിട്ടുള്ളൂ. നമ്മളൊരു നിമിഷ നേരം കൊണ്ട് ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, നമുക്കില്ല. പക്ഷെ എന്ന് കരുതിയിട്ട് ദൈവം ഇല്ലാതാവൂല. ഇനിയിപ്പോ നമ്മളൊരു നിമിഷം കൊണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഉണ്ടാവണമെന്നില്ല. കാരണം നമുക്ക് പറയാം ഒറ്റയടിക്ക് ഓരോരുത്തർ സൗകര്യമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവർക്കും എന്ത് പറഞ്ഞാൽ ഫ്രീഡം മൈൻഡ് ഉണ്ട്, ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിയമവ്യവസ്ഥകൾക്കെല്ലാം നമ്മൾ വിധേയരല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു നിയമവ്യവസ്ഥ ഒന്നും പാടില്ലല്ലോ.
രാജ്യത്തിന്റെ നിയമമുണ്ട്, നാടിന്റെ നിയമമുണ്ട്, ഒരു കുടുംബത്തിന്റെ നിയമമുണ്ട്, ഒരു കമ്പനിക്ക് ഒരു റൂൾ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മൾ അവിടെ എല്ലാം ശരിക്കും സ്ലൈവ്സ് ആയിട്ടൊന്നുമില്ല എന്താക്കുന്നത്, ജീവിക്കുന്നത്. ഓരോ നിയമങ്ങളും അംഗീകരിച്ചിട്ട് എല്ലാ നിയമങ്ങളും മനുഷ്യരുടെ നന്മക്കാണ്. മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യരുടെ നന്മ. പക്ഷെ ഇപ്പോഴത്തെ മതങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഓരോരുത്തരും സ്വാർത്ഥമായിട്ട് സ്വാർത്ഥ രീതിയിൽ ഓരോ സംഘടനകൾക്ക് ഓരോ രീതികൾ എന്തിനാണ് ഇതെല്ലാം വെച്ചതെന്ന് മനസ്സിലാക്കാതെ ദൈവം നമ്മളെ ഉണ്ടാക്കിയെന്ന് പറയുന്നതിനോരം നമ്മൾ ദൈവത്തിന് ഉണ്ടാക്കിയ രീതിയിലേക്കാണ് മനുഷ്യരുടെ സംസാരങ്ങൾ പോകുന്നത്. അത് കറക്റ്റാണ് നിങ്ങൾ പറയുന്നത് 100%. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ശരിക്കും. നമ്മളിപ്പോ ഒരാളോട് പോയിട്ട് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ആകെ വ്യത്യാസം എനിക്ക് മനസ്സിലായത്, ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അതിന് മുൻപ് ഇങ്ങനെയൊന്നും അല്ലാത്ത ഒരു തരം മതം അല്ലെങ്കിൽ ഒരു ദൈവസങ്കല്പം, ഒരു മതചിന്ത, നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതായത് കലർപ്പൊന്നും ഇല്ലാത്ത വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു ദൈവവിശ്വാസവും മതമൊക്കെ ഉണ്ടായിരുന്നു, സ്വാർത്ഥതയൊന്നും ഇല്ലാത്ത ഒരു മതം ഉണ്ടായിരുന്നു എന്നായിരിക്കാം ഒരു വർഷങ്ങൾ സങ്കല്പിക്കുന്നുണ്ടാവുക. ഞാന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒന്നാണ്. ആരും ആരുടെയും അടിമയോ ആരും ആരുടെയും ഉടമയോ അല്ല. പക്ഷെ നമ്മൾക്കൊരു ഉടമ ഉണ്ടെന്നും നമ്മളെല്ലാവരും വളരെയധികം അതായത് വളരെ ശരിക്കുള്ള ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സ്നേഹത്തിനുള്ള പ്രാധാന്യം തന്നെയാണ്. സ്നേഹം എന്ന് പറയുന്ന മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതിലാണ് നമുക്ക് സമാധാനപരമായ ജീവിതം കിട്ടുന്നത്. ഈ ജീവിതം തന്നെയാണ് നമ്മൾ എനർജറ്റിക് ആയിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ ജീവിതത്തിലൂടെയാണ് നമ്മളെല്ലാം തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും. പിന്നെ ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പം ഓരോരുത്തർ ഓരോ രീതിയിലാണ് സ്വർഗത്തിലേക്ക് പോകുന്നവരുണ്ട്, കുറെ ആൾക്കാരെ നരകത്തിലിടും. അങ്ങനത്തെ സംവിധാനം ഇല്ല ശരിക്കും. അപ്പൊ അതെല്ലാം അറിവിന്റെ പ്രശ്നങ്ങളാണ്. അറിവിലൂടെ അറിവ് ആയിട്ട് മെനക്കേട്ട് ഇറങ്ങുന്നേരം അത് കിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പം തൽക്കാലം നിങ്ങളെ കൺസെപ്റ്റിലൂടെ നിങ്ങൾ യാത്ര ചെയ്യും. എങ്ങനെ പോയാലും ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. എല്ലാവരും ഒരു പോയിന്റ് ഓഫ് വ്യൂവിലേക്കാണ് എത്തുന്നത്. അതിപ്പോ നമ്മൾ എങ്ങനെ സംസാരിക്കാം, നമ്മളെ സംസാരത്തിന് എന്തില്ല, നമ്മൾ വിചാരിക്കുന്ന നമുക്ക് എന്തും സംസാരിക്കാം. നമ്മളെ സംസാരത്തിന് പോലും ലിമിറ്റേഷൻ ഉണ്ട്. അതിന്റെ അപ്പുറമുള്ള സംസാരവും ഇല്ല, വാക്കുകളും ഇല്ല, ഒരു സാധനത്തിന് പേരുകൾ പോലും ഇല്ല. കാരണം ഒരേ സാധനത്തിന് പല പേരിലല്ലേ എല്ലായിടത്തും അറിയപ്പെടുന്നത്. അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ മലയാളത്തിൽ വെള്ളം എന്ന് പറയുന്നത് തമിഴിലേക്ക് എത്തുമ്പോൾ അതിന് നീരായി, ഹിന്ദിയിലേക്ക് എത്തുമ്പോൾ അത് പാനിയാവും. ഓരോരോ അങ്ങനെ തന്നെ എല്ലാ സാധനത്തിനും വരുന്നത്. പക്ഷെ എല്ലാം സംഗതി സെയിം ആണെന്ന് മാത്രം. പിന്നെ ഓരോരോ കാറ്റഗറൈസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നു. ഓരോരുത്തരുടെ അറിവിനനുസരിച്ചിട്ട്, ഓരോരുത്തരുടെ അനുസരിച്ചിട്ട്, ഓരോ സെക്ഷൻ അനുസരിച്ചിട്ടെല്ലാം കൈകാര്യം ചെയ്യുന്നത് മാത്രം. എന്ന് കരുതിയിട്ട് താഴെയുള്ള ഒരാളെ മോശമായിട്ടും കാണരുത്, മേലെ. ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. എല്ലാവരും സമന്മാര് തന്നെയാണ്. പിന്നെ ബാക്കിയെല്ലാം ഒരുപാട് നമ്മൾ ശാരീരികമായ വൃത്തിയുടെയും മറ്റെന്താ പറയാ, ശാരീരികമായ വൃത്തി, മാനസികമായ വൃത്തി, എന്താ വെറുതെ പറയാൻ ഭൗതികമായ വൃത്തികൾ, ഇതെല്ലാം തന്നെ പഠിപ്പിക്കുന്നത് എല്ലാവരും എല്ലാ സ്കൂളും മതങ്ങളും എല്ലാ സ്കൂളുകളും എല്ലാ അറിവുകളും പഠിപ്പിക്കുന്ന എല്ലാം മനുഷ്യരുടെ നന്മ തന്നെയാണ്. ജീവിക്കേണ്ടത് എങ്ങനെയാണ്, ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത്, ഇതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനല്ലേ സംസാരിക്കുന്നത്. ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്. നിങ്ങളോട് ഫോണിൽ പോയി മൊത്തത്തോട് നിങ്ങൾക്ക് എടുക്കാതെ നിങ്ങളെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് ഈ ചിന്തയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടും സംസാരിച്ചിട്ടും അങ്ങനെ ഒരുപാട് പേരോട് സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും പ്രശ്നങ്ങളില്ലാന്ന് പറയാം. ഞാൻ പറഞ്ഞത് എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങളും അന്തസ്സൊക്കെ ഉണ്ടെന്ന് സങ്കല്പിക്കുന്ന എല്ലാ മനുഷ്യരോടും നമുക്ക് സ്നേഹമാണ്. അതിന് നിങ്ങൾ എന്ത് കാരണം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് അങ്ങനെ ആവുന്നു എന്നുള്ളത് വ്യത്യസ്തമായിരിക്കാം. അത് കുഴപ്പമില്ല. അല്ല, നമുക്കിപ്പോ എന്ന് പറഞ്ഞാൽ ഈ മതം കൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയും. ഇപ്പൊ ഇവിടെ ഉള്ള ഹിന്ദു മതം എന്ന് പറയുന്നത്, ഞാൻ എന്റെ വീടിന്റെ അടുത്തൊരു അമ്പലമുണ്ട്. ഞാൻ പറയട്ടെ, 2 വർത്തമാനം പറഞ്ഞോട്ടെ, ബുദ്ധിമുട്ടില്ലാലോ. പിന്നെ അപ്പൊ ഇവരിൽ ഞാൻ കണ്ട ഒരു മോശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രമൊഴിച്ചാൽ മലയാളിക്കൂല എന്നുള്ളതാണ്. പക്ഷെ അത് ഇസ്ലാമികമായിട്ടല്ല നമ്മൾ പറയുന്നത്. അത് നമ്മളൊന്നും വേണ്ട. ഒരു മൂത്രമൊഴിച്ചിട്ട് ഷഡിന്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഷഡ് കഴിക്കുന്നതിലുള്ള സ്മെല്ല് കാര്യങ്ങളും നമുക്ക് തന്നെ ബേഡായിട്ട് തോന്നും. എന്തുകൊണ്ടാണ് ചിലപ്പോൾ തിരിയൂല. അപ്പൊ അത് വൃത്തിയാണല്ലോ ഒരു മനുഷ്യന്റെ എല്ലാ സംഗതികളും. മൂത്രമൊഴിക്കുമ്പോ വെള്ളത്തും കൊണ്ട് കഴുകണത് വേറെ കുറെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്നെ മനസ്സിലാക്കില്ല. എങ്ങനെ ഓരോ തവണ മൂത്രമൊഴിക്കുമ്പോഴേ വെള്ളം ഉപയോഗിച്ച് കഴുകണതേ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നാണ് എന്റെ മനസ്സിലാക്കുന്നത്. കഴുകണോ കഴുകണ്ടെന്നുള്ളത് ഓരോ ആളുകളുടെ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആളുകളുടെ രീതികൾക്ക് മൂത്രമൊഴിച്ചാൽ കഴുകുന്ന എന്തോ മഹാസംഭവമാണെന്ന് പറയണതിൽ അർത്ഥമില്ല എന്ന് പറയാം. ഞാൻ മഹാസംഭവം എന്നല്ല പറഞ്ഞു വന്നത്. അല്ലാതെ ഹൈജീനുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല അർത്ഥമില്ല എന്ന് പറയാം. അതപ്പോ എങ്ങനെ മൂത്രം ഒഴിക്കുന്നു, എത്രത്തോളം ഒഴിക്കുന്നു, അത് ഡ്രസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളാണ്.
അതല്ലാത്ത രീതിയിൽ ഇപ്പൊ നമ്മള് ആളുകൾ മൂത്രമൊഴിച്ചിട്ട് ഓരോ തവണയും വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് അത് കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്റെ മനസ്സിലാക്കല്. നിങ്ങളെ മനസ്സിലാക്കലും ഒക്കെ ഞാൻ തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളെ കാഴ്ചയിലൂടെ നമ്മൾ നോക്കിക്കാണുന്നതാണെങ്കിൽ ഇപ്പൊ ഒരാളിപ്പോ നിന്ന് മൂത്രയിക്കുന്നു ഏതെങ്കിലും പബ്ലിക് ഏരിയയിൽ, ആ സമയത്ത് നമ്മുടെ ഡ്രസ്സിലേക്കെല്ലാം എന്തായാലും ഇത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസുകളാണ്. ഈ ഒരു നമുക്കിപ്പോ എന്തും പറയാലോ, എന്തും ആർക്കും പറയാം. കാരണം നമ്മളുടേതായിട്ടുള്ള നമ്മൾ പരിശീലിച്ച കുറെ നിയമങ്ങൾക്ക് നമ്മളുടേതായിട്ടുള്ള ചില ന്യായങ്ങൾ കണ്ടെത്തുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ മുസ്ലിങ്ങളും എല്ലാവരും മൂത്രമൊഴിച്ചാൽ തീരെ കഴുകാത്തവരാണെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഒന്നാമത് എല്ലാ മുസ്ലിങ്ങളും മൂത്രമൊഴിച്ചാൽ കഴുകുന്ന അഭിപ്രായം ഞാൻ അമുസ്ലിങ്ങളായിട്ട് കണ്ട് എന്നല്ല നിങ്ങളോട് പറയുന്നത്. ഞാൻ കോമൺ ആയിട്ട് ഓരോരോ വൃത്തിയുടെ കാര്യങ്ങൾ പറഞ്ഞ സംഗതികളെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ, അല്ലാണ്ട് ഒരു വ്യക്തിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേപോലെ നോക്കുമ്പോൾ ഓരോരോ സൗകര്യങ്ങളും, കാരണം ഒന്നും വേണ്ടല്ലോ, നമുക്കിപ്പോ ആലോചിക്കാം, ഏതൊരു മനുഷ്യനിക്കും അവരുടെ ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിരിക്കുമല്ലോ. എന്റെ ഭാര്യ, എന്റെ മക്കളും. എന്റെ ഭാര്യനെ വേറൊരാൾ നോക്കുന്നത് എനിക്ക് ഇഷ്ടാവൂലല്ലോ, സ്വാഭാവികമല്ലോ എന്തായാലും. എന്നാൽ ഞാൻ നേരെ മറിച്ച് വേറൊരുത്തിന്റെ ഭാര്യനെ നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടില്ല തോന്നുന്നേ. അയാൾക്കും ഇല്ലേ ഒരു ഭർത്താവ്, അയാൾക്കും ഇല്ലേ ആ പെണ്ണിനും ഒരു കുടുംബം ഇല്ലേ. നമ്മൾ എന്തുകൊണ്ട് അതിൽ എത്തി നോക്കാൻ പാടുണ്ട്? തെറ്റല്ലേ എന്നുള്ളൊരു ബോധം നമ്മൾ ഓരോരുത്തരിലാണ് വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ കണ്ട സാമഗ്രികളും അങ്ങനെ കണ്ട സൗകര്യങ്ങളും എല്ലാം നമ്മൾ വളരെയധികം കാണുന്ന ഇൻഡിവിജ്വാലിറ്റി എല്ലാവർക്കും ഇഷ്ടം മതങ്ങളിൽ ഇല്ലാട്ടോ. ഒക്കെ നമ്മള് പ്രത്യേകിച്ച് ഞാൻ വിമർശിക്കുന്ന ഇസ്ലാം മതത്തിലൊന്നും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലത്തെ അത്രയും മറ്റുള്ളവരുടെ വൈകാരികതയും കൂടി മനസ്സിലാക്കുന്ന തരം ചിന്തകളൊന്നും ഇല്ല. അല്ലല്ല, മറ്റുള്ളവരുടെ വൈകാരികത അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ ആയത്ത് തന്നെ ആണെങ്കിൽ ഇപ്പൊ നമ്മള് സൂറത്ത് നിസായിൽ 24-ാമത്തെ വചനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ദൈവികമായ കൽപ്പനയാണ് എന്നൊക്കെ ആണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലാന്ന് ഞാനിപ്പോ പറഞ്ഞെന്താ നിങ്ങൾ, ഞാൻ ഈ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പൊ ചർച്ച ചെയ്യാതെ അല്ല, ഞാൻ പറഞ്ഞത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഞാൻ എതിർക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിമർശിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അന്യന്റെ ഭാര്യനെ നമ്മൾ നോക്കുന്നത് മോഹിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞതില് സൂറത്ത് നിസായിൽ പറയുന്നത് മറ്റൊരാളുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന ഭാര്യയാണെങ്കിലും നിങ്ങളുടെ വലങ്കൈ ഉടമസ്ഥയിൽ വന്നാൽ ഭർത്തമതിയാണെങ്കിലും കുഴപ്പമില്ല എന്നാണ്. അപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാ മതങ്ങളും എല്ലാ കാലത്തും നന്മകൾ പഠിപ്പിക്കാൻ വന്നതാണെന്ന് പറയുമ്പോ ഇതെല്ലാം കൂടെ പൊരുത്തപ്പെട്ടു പോകില്ലെന്ന് പറയാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഓരോരുത്തർ പറയുന്ന വർത്താനം അല്ല നമ്മൾ നോക്കണ്ടേ, പറയുന്ന വിഷയം തന്നെയാണോ? ഭാഷാപരമായിട്ട് എല്ലാത്തിനും അർത്ഥമുണ്ടല്ലോ, പ്രയോഗം. അതെ, അല്ല അതന്നെ പറഞ്ഞ അല്ല, ഈ ഒരു വിഷയം എന്താണെന്നും അതിനെ നമുക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു തരുന്നതെന്നും അതിന്റെ കാഠിന്യം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോഴേ അതിനുള്ള ആൻസർ കറക്റ്റ് കിട്ടുള്ളൂ. കാരണം ഒരു വ്യവസ്ഥയില്ലാതെ പോകുന്നെങ്കിൽ ഇവിടെ എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തും ഓരോ വ്യവസ്ഥകളുണ്ടല്ലോ. എല്ലാ നാട്ടിലും വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യർ പരിഷ്കരിച്ച് മനുഷ്യരായിട്ട് ഉണ്ടാക്കിയെടുത്ത വ്യവസ്ഥയാണ്. അല്ലാതെ ദൈവികമായ ഒരു വ്യവസ്ഥ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ദൈവികമായ വ്യവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവികമായ ഒരു വ്യവസ്ഥ ഇല്ല. ഭൗതികമായ ഒരു വ്യവസ്ഥയും ദൈവികമായ മനുഷ്യന്റെ ജീവിതത്തിൽ ബാധിക്കുന്ന ഒരു ദൈവിക വ്യവസ്ഥയും ഇല്ല. അല്ല, അങ്ങനെ നിങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നതോ അനുസരിക്കേണ്ടതായിട്ടുള്ള ഒരു ദൈവിക വ്യവസ്ഥയും ഇല്ല എന്നാണ് എന്റെ ബോധ്യം. ഉണ്ട് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഉദാഹരണം വെച്ച് പറഞ്ഞാൽ നമുക്ക് പരിശോധിക്കാം. ഞാൻ പറഞ്ഞതിന് ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. ആയിക്കോട്ടെ, ഇല്ലാന്നുള്ള നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കുന്നത്, ഞാനും നമ്മൾ പ്രസവിച്ചിട്ട് നമ്മൾ വന്ന് ഭൂമിയിലേക്ക്, ഓക്കെ അല്ലേ? നമ്മൾ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഭൂമിയിൽ നിന്നല്ലേ പഠിക്കുന്നവരൊന്നും, അല്ലേ? അപ്പൊ ഈ ഭൂമിയിൽ നിന്ന് പഠിക്കണമെങ്കിൽ ഭൂമിയിൽ നേരത്തെ ഒരു സാധനം വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരും ഉണ്ടായിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണല്ലോ. ഏത് രീതിയിൽ? ഇങ്ങനെ പ്രസവിച്ചിട്ട് വളർന്ന് പഠിച്ചു വരുന്നതാണ്. അപ്പൊ ഈ പഠിക്കണമെങ്കിൽ ഇവിടെ എന്തുവാണ്? ഓൾറെഡി ഒരു പഠിപ്പ് ഉണ്ടായിരിക്കണം. ഈ ഒരു പഠിപ്പില്ലാതെ നമുക്ക് പഠിക്കാൻ ഒരിക്കലും പറ്റൂല. അപ്പം നേരത്തെ ഒരാൾ എഴുതി വെച്ചതായിരിക്കും നമ്മൾ ഇന്ന് വായിക്കുന്നുണ്ടാകുക. അയാൾ വായിച്ചതും നേരത്തെ ഒരാൾ എഴുതി വെച്ചതായിരിക്കും. നമ്മൾ 2020 ആലോചിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് 2000 ഇപ്പുറത്തൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ പുസ്തകം. ഇപ്പൊ ഒരു കുട്ടീനെ പ്രസവിച്ചാൽ അതിനെങ്ങനെ വളർത്തേണ്ടത്, എങ്ങനെ പാൽ കൊടുക്കേണ്ടത്, ഇത് അറിവുകളും അറിവുകേടുകളും തെറ്റും ശരികളും ഞാനിപ്പോ പറയുന്നത് അറിവിന്റെ അടിസ്ഥാനത്തിലല്ല മനുഷ്യർ ജീവിച്ചു വന്നിട്ടുള്ളതെന്ന് പറയാം.
അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടാന്ന് തോന്നുന്നത്. അതായത് ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഇവിടെ ജനിച്ചു വീഴുന്നതും ജനിച്ചിട്ട് അതിന് ശേഷം പഠിക്കുകയും ചെയ്യുന്നത് തന്നെയാണല്ലോ. നിങ്ങളായാലും ഞാനായാലും അതൊന്നും ഒരു സോഴ്സിൽ നിന്ന് പഠിച്ചെടുത്ത് ആ അറിവ് പ്രയോഗിച്ചിട്ടല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മറ്റുള്ളവരുടെ പോട്ടെ, നമ്മളത് മാത്രം നോക്കാം. നമ്മളുടെ നമ്മളിപ്പോ മനുഷ്യർ എന്നുള്ള കൺസെപ്റ്റിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ 3 മക്കളും പ്രീമച്ചുവർ. അതായത് 7 മാസം കഴിഞ്ഞ 8 മാസം ആവുന്നതിന് തൊട്ട് മുൻപ് അങ്ങനെയൊക്കെയാണ്. അപ്പോ ഒരു 50 കൊല്ലം മുമ്പാണെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവര് സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്റെ 2 കുട്ടികളുടെ കേസിലും സാധ്യത വളരെ കുറവാണ്. അതായത് അതിന് ആധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അത് വരുന്നത്. അപ്പൊ ആ കാലത്ത് ഇത് ഞാൻ അംഗീകരിക്കൂല. നിങ്ങൾ അംഗീകരിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്നോട് വിശ്വാസമായിട്ടുള്ള ഒരാൾ പറഞ്ഞത് ദൈവം ആയുസ് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതൊരു അറിവല്ല, ഇതൊരു അബദ്ധവും അന്ധവിശ്വാസവും അപകടകരമായിട്ടുള്ള ഒരു ചിന്തയാണ്. പക്ഷെ നമുക്കറിയാം എങ്ങനെയാണ് ഈ പ്രിമച്വർ ബേബീസ് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അതെല്ലാം ഇത് കറക്കി കുത്തുന്നൊന്നുമല്ലല്ലോ. അപ്പൊ അതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ പഠിച്ച് പരീക്ഷിച്ച് വിജയിച്ച മെത്തേഡ് വെച്ചിട്ടാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്നത്. എന്റെ എന്റെ ഇളയ മോന് 23 ദിവസം ഇൻക്യുബേഷനിലായിരുന്നു. മനസ്സിലായോ? അതായത് ഓൾമോസ്റ്റ് 1 മാസവും ചില്ലറയും കുറവായിരുന്നു അവന്. അപ്പോ അവിടുന്ന് ആ കുട്ടീനെ ബാക്കി ആ ഗർഭാവസ്ഥയിൽ എന്തൊക്കെയാണോ ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ടത് അതിന് ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യർ. ആ അറിവ് എന്ന് പറഞ്ഞത് ഒരു 50 കൊല്ലം മുമ്പുള്ള അറിവല്ല. ആ അറിവ് മനുഷ്യർ ഉണ്ടാക്കിയെടുക്കുന്ന അറിവാണ്. പുതിയ കാലത്ത് പുതിയ പ്രശ്നങ്ങൾ. അതെ, മനുഷ്യർ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ അറിവുകളും. അതായത് പഴയ സംഗതിനെ ഇപ്പത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് ഇതിലൊരു പഴയ സംഗതി ഇല്ലാന്നേ ഞാൻ പറഞ്ഞതാണ്. ഇതിലൊരു പഴയ സംഗതിയില്ല. പുതിയ സംഗതികൾ, പുതിയ കണ്ടെത്തലുകൾ, അന്വേഷണങ്ങൾ, പഠനങ്ങൾ. അപ്പൊ നമ്മൾ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല ജീവിക്കുന്നതും, ഒരുപോലെയല്ല ഒരേ അറിവുകളല്ല പ്രയോഗിക്കുന്നതും. അങ്ങനെയല്ല നിങ്ങളിപ്പോ പറഞ്ഞത് ഇതിലൊരു പഴയതും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതി ഉണ്ടാക്കിയ ആളോട് സംസാരിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇയാൾ എവിടുന്നാണ് ഇത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരാളല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരാളോ ഇതൊക്കെ വർഷങ്ങളുടെ നീണ്ട ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും പഠനങ്ങളും അത് ഒരാളുടെ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറിവുകൾ ശേഖരിച്ചു വെക്കാനും അറിവുകൾ കൈമാറാനും ഒക്കെയുള്ള ഒരു സാഹചര്യം കാലഘട്ടം വന്നപ്പോഴാണ് ഈ മുന്നേറ്റമൊക്കെ ഉണ്ടാവുന്നത്. അതെ, അതുണ്ടാവൂല. അത് ഡെവലപ്പിനനുസരിച്ച് അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ അങ്ങനെ പുറകോട്ട് പോകും തോറും ഇത്രയും ഈ അറിവിനേക്കാളും പരിമിതമായിട്ടുള്ള അറിവുകൾ അങ്ങനെയാണ്. നിങ്ങൾ പറയുന്നത് തന്നെയാ ഞാനും പറയുന്നത്. അതായത് മനുഷ്യൻ തന്നെയാണ് ഇത് മുഴുവനും കണ്ടെത്തുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്. ദൈവികമായ ഒരു അറിവുണ്ടോന്ന് ആണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ലാന്നാണ് എന്റെ അഭിപ്രായം. അല്ല, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞത് മനുഷ്യൻ തന്നെയാണ് എല്ലാ സംഗതികളും കാണുന്നതും കണ്ടെത്തുന്നതും എല്ലാ സംഗതി ചെയ്യുന്നതും. പക്ഷെ മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ ആത്മാവ് ആണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. അത് ഞങ്ങളോട് ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആത്മാവില്ല. ആത്മാവില്ലെങ്കിൽ നമ്മൾ മരിക്കരുതല്ലോ മോനെ. അതായത് അത് മാത്രം. കാരണം ഞാനൊരിക്കലും നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ജയിക്കലല്ലേ ഉദ്ദേശിക്കുന്നത്. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയൊരു ടെക്നോളജി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് തീരെ മരിക്കാൻ പാടില്ല. അങ്ങനെ എന്നെ മരിപ്പിക്കാതിരിക്കാൻ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് തുടക്കത്തിൽ ഞങ്ങളോട് പറഞ്ഞു. മരണം എന്ന് പറയുന്നത് ജനനം എന്ന് പറയുന്നത് പോലെ. ഇപ്പൊ ജനനം ഒരു തുടർച്ചയാണ് നിങ്ങൾ പറയുന്നു. മരണമായ തുടർച്ചയുടെ ഒരു ഭാഗമാണ്. അത് അതേപോലെ തന്നെ ഞാനും പറയുന്നു. അതേപോലെ തന്നെ ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് തുടർച്ചയുടെ ഭാഗമാണ്. പിന്നെ നിങ്ങൾ മരണത്തെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ ഒരു അർത്ഥമല്ല. ഒന്ന്. രണ്ടാമത്തത് മരണവും ജനനവും തമ്മിൽ ഞാൻ പറയട്ടെ, മരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവറേജ് ആയുസ് 30, 25, 30, 35 നിന്നും കടന്ന് 40, 50, 55 കഴിഞ്ഞ് 60, 70, 75, 80 ലോകത്ത് പല പ്രദേശങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതാണ് മനുഷ്യർ ആർജിക്കുന്ന അറിവ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ നടക്കൂല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 100 നടക്കൂല എന്ന് പറഞ്ഞ കാര്യമില്ല. അതാണ് യാഥാർത്ഥ്യം. അല്ല, യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞുതരാം. അതാ ഞാൻ പറഞ്ഞത് നടക്കൂല. 100, 200, 300 കൊല്ലം ജീവിച്ചിരുന്നു എന്ന് പറയുന്നത്. ഹലോ, എന്താ കട്ടായി പോയി?
അപ്പൊ 100 വയസ്സ് വരെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരുന്നോ എന്നുള്ളതല്ല. അത് അത്ഭുതകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 60ലേക്കോ 70ലേക്കോ എത്തിയിട്ട് ഒരുപാട് നൂറ്റാണ്ടുകളായിട്ടില്ല. അത് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകളും ഡാറ്റയും കയ്യിലുണ്ട്. പുരാതന കാലത്ത് ഇപ്പൊ ഒരു 500 കൊല്ലം 600 കൊല്ലം ജീവിച്ച 200 കൊല്ലം ജീവിച്ച 900 കൊല്ലം ജീവിച്ച മനുഷ്യന്മാരുടെ കഥകളിലുണ്ട്. അതല്ലാതെ ഒന്ന് യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളതിന് തെളിവൊന്നുമില്ല. കഥ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് ശരിക്കുള്ളൊരു സംഭവം പറഞ്ഞിട്ടെ. എല്ലാം നമ്മൾ ഈ എല്ലാ സംഗതിയും നമ്മൾ കണ്ടെത്തുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെയാണ്. അല്ലാണ്ട് ആരും ഒന്നും അങ്ങനെ കൊണ്ടുവരുന്നില്ല, ഉമ്മാന്റെ വയറ്റുനിന്നൊന്നും കൊണ്ടുവരുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഉള്ളത് നമുക്ക് മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി തന്നെ സംവിധാനിച്ചതാണ്. ഈ സംവിധാനം എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ടെന്ന് മാത്രമാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ പല സംവിധായകൻ കാണാമറയത്താണ്. അങ്ങനെ സംവിധായകൻ ഉണ്ട് എന്ന് ആ സംവിധായകൻ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ ബോധ്യത്തിൽ തന്നിട്ടില്ല. അങ്ങനെ വെളിവാക്കുന്ന തരത്തില് ഒരു തെളിവും ബാക്കി വെച്ചിട്ടുമില്ല. എന്റെ മനസ്സിലാക്കൽ ആ കാര്യത്തിലുള്ളത് ഞാൻ പറയാം. ഞാൻ എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്. ഇപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ മനസ്സിലാക്കലാണ്. എന്റെ മനസ്സിലാക്കൽ എന്റെ ചിന്തയും പറയാം. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ്, ഒരു സൃഷ്ടികർത്താവ്, ഇതെല്ലാം സംവിധാനിച്ച ഒരു ഇന്റലിജന്റ് ഡിസൈനർ ഉണ്ട് എന്ന് വിചാരിക്കാം. ആ വ്യക്തി അതാണ് നിങ്ങൾ ആ വ്യക്തി അല്ലെങ്കിൽ ആ ശക്തി അതാണ് ദൈവം എന്ന് നിങ്ങൾ പറയുന്ന ഒരു ശക്തി എങ്കിൽ ആ ശക്തിയെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള ഒരു ബോധ്യം, ഒരു ബോധനം ഓരോ മനുഷ്യന്റെയും തലച്ചോറിനകത്ത് തന്നെ ഉണ്ടാവും. അതില്ല എന്ന്, അതായത് ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ദൈവത്തെ നമുക്ക് അറിയാനും കണ്ടെത്താനും മനസ്സിലാക്കാനും മനുഷ്യന്റെ സാധാരണ ബുദ്ധിക്ക് കഴിയും. സാധാരണ ബുദ്ധിയിൽ കഴിയുന്ന പറഞ്ഞാൽ അത് അതാണ് പഠിപ്പാണ്. ഇവിടെ ഇമ്പോർട്ടന്റ് വിഷയം എന്ന് പറയുന്നത് ഈ പഠനം ഇങ്ങനെ പഠിച്ചാൽ കഴിയുന്നല്ല നിങ്ങൾ പറയണത്. അതെ, പഠിച്ചാലല്ലാണ്ട് ഒന്നിനും കഴിയൂലല്ലോ. എങ്ങനെ പഠിച്ചാലല്ലാതെ ഒന്നിനും കഴിയൂല. അതെങ്ങനെ പഠിക്കുക? അങ്ങനെ പഠിക്കാന്ന് പറഞ്ഞാൽ എന്നെപ്പോലത്തെ ആളുകൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പഠിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെന്താ വെച്ചാൽ ഓരോ മനുഷ്യന്റെ ഭാവനയാണ്. നിങ്ങൾ ഒരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അതല്ലാതെ ഒരു തെളിവും ഇങ്ങനെ ഒരു ഉണ്ടാക്കൽ കക്ഷി ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അങ്ങനെ ഒരു സൃഷ്ടികർത്താവിന്റെ ഒരു എന്താ പറയാ അടയാളങ്ങളും അവശേഷിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഒന്ന്. രണ്ടാമത് പോയിന്റ് നമ്മളിലേക്ക് എത്തട്ടെ. ഞാൻ സൃഷ്ടികർത്താവിനെ മാത്രം പറഞ്ഞ കാര്യമല്ലോ. ഇനി ആ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടി എന്ന നിലക്ക് മനുഷ്യനെ ഞങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ആ സൃഷ്ടി ഈ സൃഷ്ടികർത്താവിനെ അറിഞ്ഞേ തീരൂ എന്നോ അറിയണമെന്നോ അത് കണ്ടെത്തണമെന്നോ ഉള്ളിൽ അങ്ങനെ ഒരു നിയമം ആ സൃഷ്ടികർത്താവിന് ഉള്ളതായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാനും കൂടി ആ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടിയാണല്ലോ നിങ്ങൾ പറഞ്ഞ കണക്കിലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഈ ഒരു സൃഷ്ടികർത്താവിനെ. ഈ ഇങ്ങനെ സൃഷ്ടികർത്താവിനെ അന്വേഷിക്കൽ എന്റെ ഒരു ജീവിത ബാധ്യതയായിട്ട് ആ സൃഷ്ടികർത്താവ് എന്നിൽ പിന്നെ ഈ പറഞ്ഞ നമ്മൾ ജനിതകത്തിൽ കോഡിൽ എഴുതിയിട്ടുമില്ല. നിങ്ങളെ കോഡിലുണ്ടാവും. നിങ്ങൾക്ക് സമയമായിട്ടുണ്ടാവില്ല. നിങ്ങള് സമയമാകുമ്പോ നമുക്ക് നോക്കാം. അപ്പൊ എന്റെ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇൻ കേസ് ഇതിനകത്തൊരു സൃഷ്ടികർത്താവ് ഉണ്ടെങ്കിൽ ആ സൃഷ്ടികർത്താവിനെ അന്വേഷിച്ച് നടക്കലും അതിനെ തെരഞ്ഞു നടക്കലും അതിന്റെ പിന്നെ സിഫത്ത് വിവരിച്ച് അവനവൻ ഭാവന കഥകൾ എഴുതലാണ് ഏറ്റവും വലിയ ദൈവനിന്ദ എന്നാണ് എന്റെ ചിന്ത. അല്ലല്ല നിങ്ങൾ അതെല്ലാം ഓക്കെ. ഞാൻ പറയുന്നത് എന്താണെന്ന് അതാണ് എന്നെ സംബന്ധിച്ച് ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അപ്പൊ ദൈവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒട്ടും പരിഗണിക്കാത്തൊരു കാര്യമാണ്. ഞാൻ ആലോചിക്കുന്നത് സംസാരിക്കുന്നത് മുഴുവൻ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചാണ്. അതെ, മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചാണ് ഞാനും സംസാരിക്കുന്നത്. ഞാൻ ദൈവത്തിന് പ്രത്യക്ഷമായ ഒരു റോളും ഇല്ല. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മനുഷ്യന്റെ ശരീരത്തിനൊന്ന് ശരിക്കും പോലെ പഠിച്ചു നോക്കിയാൽ എങ്ങനെ പഠിച്ചാലും ഇല്ല. എങ്ങനെ പഠിച്ചാലും ഉണ്ട്. എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ട് ഉള്ളതുകൊണ്ടല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ അത് തെളിവൊന്നും എനിക്കിപ്പോ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാരും പറയും. ഇപ്പൊ എന്താ പറയാ, ഒരു മിനിറ്റ് പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഉണ്ട് എന്ന് പറയാന് പല ആൾക്കാരും പറയുന്ന തെളിവിൽ ഒന്നാണ് ഒരു മനുഷ്യനെ പോലെ വേറെ മനുഷ്യനില്ല.
അതേമാതിരി കൈവിരലുകൾ അറ്റം ക്രമീകരിച്ചിരിക്കുന്നു. അതൊന്നുമല്ല തെളിവ്, ഇതൊക്കെ ഇല്ലാന്നുള്ളതിന്റെ തെളിവാണ്. പിന്നെ നിങ്ങൾ ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് പറയും കേക്കട്ടെ. ഉണ്ട് എന്നുള്ള തെളിവ് ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യരിലും പ്രവർത്തിക്കുന്ന ആത്മാവാണ്. ആത്മാവില്ല, ആത്മാവ് ഒരു പുകയാണ്. ആളുകള് ആത്മാവില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താകരുത്, ഡെഡ് ബോഡി ആകാൻ പാടില്ല. നിങ്ങൾ പറയും അല്ല, ഡെഡ് ബോഡി ആകാൻ പാടില്ല. അങ്ങനെ സംഭവം അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ. അങ്ങനെയാണ് സമ്മതിക്കുന്നതെങ്കിൽ എന്താണ്, നമ്മളൊരു മരണം ഇല്ല എങ്കിൽ നമുക്ക് ആദ്യം എന്താ മരണം എന്ന് പഠിച്ചാൽ തീരുന്ന പ്രശ്നമാണ് നിങ്ങൾക്കുള്ളൂ ഇപ്പോ. ഏത് എന്താ മരണം എന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കണേ? നിങ്ങൾ പറയും. ഞാൻ എന്തെങ്കിലും അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പറയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് പറയും. ഞാൻ പറയുന്ന മരണം എന്ന് പറയുന്ന ഒരു വാനിഷാണ് ശരിക്കും. ശരീരം എന്ന് പറയുന്ന ഈ ഉപകരണത്തിനെ ഇവിടെ ഇട്ടിട്ട് നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്ന സാധനം അതിന്റെ യഥാസ്ഥാനത്ത് പോയി നിൽക്കലാണ്. അത് എല്ലാവരുടെയും ഒരേ സ്ഥലത്ത് തന്നെയാണ് പോയി നിൽക്കുന്നത്. എല്ലാ ഉപകരണങ്ങളും സെയിമാണ്. അതായത് നമ്മൾ ഒരിക്കലും, അതായത് അവിടെയാണ് പ്രശ്നം. മനുഷ്യർ ആരും വേറെ വേറെ അല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് ഈ ആത്മാവ് വിട്ടിട്ട് പോണത്? എന്താണ് എന്തെന്ന് എന്ത് വിട്ടിട്ട് പോണത്? അതെ, ഈ അതായത് നമ്മൾ വിട്ടിട്ട് പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇവിടെ ഇങ്ങനെ ഡെഡ് ആകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഡെഡ് ബോഡി എന്ന പേരുണ്ട് പിന്നെ വരുന്നത്. പിന്നെ അൻവറിനുള്ള പേരും അതെ എന്തും പറയലെന്നെ ഇപ്പൊ നടക്കുന്നേ. എല്ലാ മനുഷ്യന്മാരും എന്തും പറയാം, നമുക്ക് എന്ത് സംസാരിച്ചോളൂ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്, അത് മനസ്സിലാക്കാതിരിക്കാം. എന്താണ് ആത്മാവ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് പരിശോധിക്കാൻ പറ്റുള്ളൂ. ആത്മാവ് എന്ന് പറയുന്ന സംഗതിയാണ് ഈ കാണുന്ന മുഴുവൻ സംഗതികളിലും പ്രവർത്തിച്ച് നമ്മളെ കണ്ണിന് കാഴ്ച തരുന്നതും. അത് പറയുന്നതാണ്. ഞാൻ പറയുന്നത് ഇസ്ലാം എന്നുള്ള സംഭവത്തെ കുറിച്ച് പറയുന്നത് ഞാൻ വിമർശിക്കുന്ന ഒരു മതം എന്നുള്ള രീതി പറയാണ്. അവകാശവാദങ്ങളുള്ള മതം എന്നുള്ള രീതിയിലും കൂടിയാണ് ഇസ്ലാമിനെ പ്രത്യേകിച്ച്. വേറെ ഒരു മിനിറ്റ് ഒറ്റ ഞാൻ പറഞ്ഞു നിങ്ങൾ മറുപടി വരണം. ഇസ്ലാം എന്ന് പറയുന്ന ഒരാളുടെ ഒറ്റക്കുള്ളതല്ല, ലോകത്തിലെ മുഴുവൻ ജനതയുടെയും സകലമായ സൃഷ്ടികളുടെയും സാധനം. മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരാള് സ്വയം പ്രവാചകനാണെന്ന് അവകാശപ്പെട്ടു വന്ന ഒരാള് ആളുടെ ചിന്തയിൽ, ഇപ്പൊ നിങ്ങൾ ദൈവത്തെ കുറിച്ചൊക്കെ പറയുന്ന ചിന്തകളുണ്ടല്ലോ, അതേപോലെ ആളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തെ കുറിച്ചുള്ള ചിന്തകൾ പറയുന്നു. അദ്ദേഹം കുറച്ച് കടത്തി പറഞ്ഞു. ആളുടെ ദൈവം അയാളുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണ്. മീൻസ് ഒരു ദൂതൻ മുഖാന്തരം നിരന്തരം ബന്ധപ്പെടുന്നു, ഓരോ വിഷയങ്ങളിലും ദൈവത്തിന്റെ നിയമങ്ങൾ അപ്പൊ പറഞ്ഞു തരുന്നു എന്ന് അവകാശപ്പെട്ടു. അതൊരു ഒരു കളവായിരുന്നു. ആ നുണയിൽ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം, ഒരു നിയമ സംഹിത, ഒരു ഭരണകൂടം എന്നൊക്കെ രീതിയിലാണ് ഇസ്ലാം ഉള്ളത്. അല്ലാതെ ഇസ്ലാം അതിനു മുൻപുള്ള ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തെളിവും ലോകത്തെവിടെയില്ല. ഞാനതാ പറഞ്ഞ ഇസ്ലാം ആത്മാവിനെ കുറിച്ച് പറയുന്നത് 4-ാം മാസത്തിലോ. നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ പറയുന്ന മറുപടി നിങ്ങൾ പറയുന്നത് ശരിയല്ല. അത് ശരിക്കും മറുപടി ഞാൻ പറഞ്ഞു. ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിങ്ങളുടേതേ അല്ല. ഇസ്ലാം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്ന ലോകത്തിലെ മുഴുവൻ സൃഷ്ടികൾക്കും എന്ന് പറഞ്ഞ സൃഷ്ടി കൂടി ഉൾപ്പെടുത്തണം. അപ്പോഴാണ് അവശേഷിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 5000-6000 കൊല്ലായിട്ട് മനുഷ്യരുടെ അറിവുകള് ശേഖരിച്ചു വെക്കുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുടെ ഒക്കെ കൈമാറ്റം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയും മുഹമ്മദിന് മുൻപ് അങ്ങനെ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തെ കുറിച്ച്, ഒരു കൺസെപ്റ്റിനെ കുറിച്ച് എവിടെയും ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് പരിശോധിക്കാം. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് എന്താണെന്നറിയാം. ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് നബി എന്ന് പറയുന്ന മുസ്ലിങ്ങളുടേതാണ്, ബാക്കി ആർക്കുള്ളത്. മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സൃഷ്ടിയാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇസ്ലാം എന്ന് പറയുന്ന മതം ഞാനത് പറഞ്ഞു കഴിഞ്ഞതിനുള്ള മറുപടി, ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിങ്ങളുടേതേ അല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ആരുടേതാണെന്നല്ല, അതിന്റെ സൃഷ്ടികർത്താവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഉണ്ടാക്കിയ ആളെ കുറിച്ചാണ്. സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാ. ഒരു മുസ്ലിങ്ങളെ മാത്രം അള്ളാഹു ഉണ്ടാക്കി, മറ്റു മതങ്ങളെല്ലാം അള്ളാഹ് എല്ലാണ്ട് ഉണ്ടാക്കിയതുമല്ല. എല്ലാവർക്കും ഉള്ളതല്ല. ഞാൻ പറഞ്ഞ മതം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണ്. അല്ലാന്ന് ഈ അള്ളാഹു ഈ സാധനങ്ങളൊക്കെ മുഹമ്മദ് നബി ആരോപിച്ചതാണ്. ഇതൊക്കെ സൃഷ്ടികർത്താവ്, സർവശക്തൻ, എല്ലാരും ഉണ്ടാക്കിയ എല്ലാ ദൈവങ്ങളെക്കാളും മിസ്റ്റർ റിയാക്കത്ത് സാർ, അതായത് അങ്ങനെയല്ല ഈ സംഭവം. ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രീതിയാണ് ഈ പറയുന്നത് നിങ്ങള്. പക്ഷെ ഇങ്ങനെയല്ല സംഭവം. ഇതാണ് തെളിവുകളുള്ള. അല്ലാതെ ഇങ്ങനെ ഒരു തെളിവ് മുഹമ്മദ് നബിക്ക് മുൻപ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ടില്ല ലോകത്തെവിടെ. മുഹമ്മദ് നബി ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഫസ്റ്റിലെ പറഞ്ഞു കഴിഞ്ഞ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ അല്ല. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം തീവ്രവാദികളാണ്. ഈ തീവ്രവാദിത്തോടെ പാടില്ലാത്തല്ല ശരിക്കും.
ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണ് അപ്പൊ? ഞാൻ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിലെ മുഴുവൻ ഇപ്പം അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതുമായി ഇവിടെ ഇങ്ങനെ പ്രസരിച്ചു നിൽക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഒറ്റ നോട്ടത്തിലുള്ള ഒരു പേരിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്തും വിളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം. എന്ത് വിളിച്ചാലും ഒരു വിളി വിളിക്കണല്ലോ ഒരു സാധനത്തിനാ. ഒരു സാധനത്തിനൊരു പേര്, നിങ്ങൾക്കൊരു പേര് വേണം, എനക്കൊരു പേര് വേണം. എന്തിനാ ഈ പേര്? നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മള് കാഴ്ചപ്പാടുകൾ എവിടെ നിൽക്കുന്നു അറിയാൻ പറ്റും. ഖുർആൻ എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥം ഉണ്ട് എന്നാണ് വിശ്വാസികൾ, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് ദൈവത്തിൽ നിന്ന് ഒരു ദൂതൻ മുഖാന്തരം മനുഷ്യനായി പിറവിയെടുത്ത ഒരു മനുഷ്യന് അറിവ് എത്തിച്ചു കൊടുത്ത ഒരു സങ്കല്പം, വഹി മുഖാന്തരം. ഇങ്ങനെ ഒരു അറിവിന്റെ ട്രാൻസ്ഫോർമേഷൻ മീൻസ് ഒരു എന്താ പറയാ ഒരു കൈമാറ്റം നടന്നതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്ന ദൈവത്തിൽ നിന്ന്? അതിനുള്ള മറുപടി ഞാൻ പറയുന്നതിന്റെ മുമ്പ്, നിങ്ങൾ ചോദ്യത്തിനുള്ള മറുപടി പറയുന്നതിന്റെ മുമ്പ് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് ഞാൻ ഇതിന് മറുപടി പറഞ്ഞാൽ മതി. അല്ല, അത് പറഞ്ഞാലാണ് നമ്മൾ ഈ മറുപടിയിലൊക്കെ കാര്യമുള്ളൂ. വെറുതെ ഇപ്പൊ ഖുർആൻ എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ്? അത് തന്നെ ഞാൻ പറയുന്നത്. ഇനി ഞാനെന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ഇത് ഒരു രഹസ്യമായ ഒരു പരസ്യമായ ഒരു രഹസ്യമാണ് ഞാൻ പറയുന്നത്. അതായത് ലോകത്തിൽ ഇന്ന് കാണുന്ന എല്ലാ പുസ്തകത്താളുകളിലും എന്തെല്ലാം കഥകളുണ്ടോ അത് മുഴുവനും അടങ്ങിയതാണ് ഖുർആൻ എന്ന് പറയുന്ന സാധനം. ഖുർആൻ എന്ന് പറയുന്ന ബുക്കേ അല്ല. അതിനെ കുറിച്ച് നിങ്ങളുടെ സങ്കല്പം എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ഖുർആൻ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ കയ്യിൽ അച്ചടിച്ച് എഴുതപ്പെട്ട നിലയിൽ ഇന്ന് നിലവിലുള്ള, അതായത് ഫിസിക്കലായിട്ട് നമുക്ക് കാണാനും വായിക്കാനും പറ്റുന്ന ഗ്രന്ഥം, അതിലടങ്ങിയിട്ടുള്ള വാചകങ്ങളും വചനങ്ങളും അത് ഡിവൈൻ ആയിട്ടുള്ള ഒരു ഒറിജിൻ ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതായത് അഭൗതികമായിട്ടുള്ള ഒരു രീതിയിൽ ദൈവം എന്ന് നിങ്ങൾ സങ്കല്പിക്കുന്ന ഈ ശക്തിയിൽ നിന്ന് ഒരു പിന്നെ എന്താ പറയാ ഒരു ദൂതൻ വഴി അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചർ, ഒരു എന്താ പറയാ ഒരു ഏജന്റ് വഴി, ഒരു മാലാഖ വഴി മനുഷ്യരിലേക്ക് എത്തിച്ച് അത് പിന്നീട് ആ രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതാണ് എന്റെ ചോദ്യം. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ഇനി ബാക്കി. ഓക്കെ, ഇന്ന് കാണപ്പെടുന്ന എന്തെല്ലാം പുസ്തകങ്ങളുണ്ട്, ഖുർആനിൽ എന്തുണ്ട് എന്നുള്ള നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതാണ്. അത് ഉണ്ടായി വന്നതിനുള്ള മറുപടി ഇപ്പൊ ഞാൻ പറയുന്നത്. അതിനുള്ള മറുപടി ഇങ്ങനെ പറഞ്ഞാലല്ലാണ്ട് തിരിയൂല. അങ്ങനെ ഒരു പുസ്തകമായിട്ട് എടുത്താൽ തിരിയൂല. ഖുർആൻ എന്ന് പറയുന്നത് ഈ പുസ്തകമേ അല്ല, അത് അതിൻ്റെ ഉള്ളിലുള്ള സംഗതികൾ പഠിക്കുമ്പോൾ. ഞാൻ പറയട്ടെ, ഖുർആൻ എന്ന് പറയുന്ന ഇന്ന് ലോകത്തിലുള്ള ഏതെല്ലാം പുസ്തക രൂപത്തിലുള്ള എന്തെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ, ആരൊക്കെ സംസാരിക്കുന്നുണ്ടോ, ലോകത്തിലെ എല്ലാ മനുഷ്യരെ ഞാൻ പറയുന്നത്, ഇത് മുഴുവനും ഈ ഖുർആന്റെ വചനങ്ങളും മാത്രമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങൾ ഖുർആൻ എന്റെ മുമ്പിൽ ഒന്ന് ഇരുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് വിശദീകരിച്ച് തന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് തിരിയുമല്ലോ. എന്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഖുർആൻ ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ എല്ലാത്തിന്റെയും സത്ത ആയിട്ടുള്ള ഈ ഗ്രന്ഥം, അതായത് ഞാൻ ഇരുന്നാൽ പരിശോധിക്കാൻ പോകുന്ന ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥരൂപത്തിലായത് എങ്ങനെയാണ്? ഏത് ഈ പുസ്തക രൂപത്തിലായത്? അത് ഇതേപോലെ ഏതെങ്കിലും മനുഷ്യന്മാർ എഴുതിയതായിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ക്രൈം ഫയലോ അല്ലെങ്കിൽ വേറെ ബാലരമയോ ബാലമംഗളോ ഒക്കെ പോലെ തന്നെ ഏതൊക്കെയോ മനുഷ്യന്മാർ എഴുതിയ മതി ബാലമംഗളം പോലെ ആയിട്ട് കണക്കാക്കിയാലും മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ബാലമംഗളം എന്ന് പറയുന്ന അതിന്റെ ഉള്ളിലുള്ള കഥ എന്താണ്? ആ കഥ ഖുറാനിലുള്ളതാണല്ലോ. ഇപ്പൊ ബാലമംഗലായാലും മുത്തുച്ചിപ്പിയായാലും മുത്തായാലും എല്ലാം ഖുറാനിന്റെ സത്തയാണല്ലോ, ഖുറാനിൽ നിന്നാണല്ലോ ഉള്ളത്. അപ്പൊ എല്ലാത്തിനും സത്തയായിട്ടുള്ള ഈ ഖുർആൻ ഈ രൂപത്തിൽ അതിന്റെ എല്ലാ എസൻസും സാംശീകരിച്ച് ഈ രൂപത്തിൽ ക്രോഡീകരിച്ചത് ആരാണ്, എങ്ങനെയാണ്? ഇതാണ് ചോദ്യം. ഇതാരാണ് എങ്ങനെയാണ് എന്നല്ല നിങ്ങളുടെ ചോദ്യം. അതിനെപ്പറ്റി ഒന്ന് പഠിച്ചു നോക്കിയാൽ തിരിയും ആരാന്ന് എഴുതിയത്, എന്തൊക്കെയാണ് എഴുതിയത്. കാരണം അത് എഴുതി കൊണ്ടുവന്നത് പല ആളുകളിലൂടെ ആണെങ്കിലും അതിന്റെ കംപ്ലീഷൻ ആണ് റസൂലുള്ളാന്റെ കാലത്ത് ഉണ്ടാക്കിയത് എന്നാണ് പലരും പറയുന്നത്. അത് അതിനെക്കുറിച്ച് എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കാഴ്ചയിൽ അന്നാണ് ഖുർആൻ എഴുതിയത് എന്നാണ് ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്.
അന്നാണ് ഇവിടെ ഈ ലോകത്തിൽ, അപ്പൊ എന്റെ അറിവ് ഞാൻ പറഞ്ഞുതരാം, ശരിയായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് കാണുന്ന എല്ലാ നിയമവ്യവസ്ഥകളും ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയാണ്. ഞാൻ വർത്താനം പറയുമ്പോൾ ശ്രദ്ധിക്കണേ, എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാം മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയാണ്. അതേ സാധനത്തിൽ തന്നെ അതിന്റെ തിന്മകളുണ്ട്. ഇതിങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. ബൈക്ക് ഓടിക്കുന്നേരം ഹെൽമെറ്റ് വെക്കണം, നിയമമാണ്. എന്തുകൊണ്ടാണ് ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ഡെഫിനിഷൻ ഉണ്ട്. കാരണം നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ മരണ സാധ്യത കൂടുതലാണ്. തലക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അതേപോലെയാണ് ഈ പുസ്തകത്തിലുള്ള എല്ലാ വിഷയങ്ങളും. ഈ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള ഞാനിരുന്ന് പരിശോധിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അതിന്റെ മുമ്പ് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ സോഴ്സ്, അതിന്റെ ഒറിജിൻ എന്താണ്? പുസ്തകത്തിന്റെ ഒറിജിനൽ സോഴ്സ് എന്ന് പറയുന്നത് ഖുർആൻ എന്ന് പറയുന്ന മനുഷ്യർ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു ടൈം എത്തുന്നത് റസൂലുള്ളാഹിന്റെ കാലത്തിന് ഇങ്ങോട്ടാണ്. അതിനങ്ങോട്ട് വായിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. പക്ഷെ അന്ന് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരമല്ല. അതായത് മുഹമ്മദ് നബിക്ക് മുൻപേ ഖുർആൻ ആ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിക്ക് മുമ്പേ ഖുർആൻ രൂപത്തിൽ എവിടെ ഉണ്ടായിരുന്നു? ആ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാലേ ശരിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കും നിങ്ങൾക്കും ഒരു 400 രൂപ 500 രൂപ ഉണ്ടെങ്കിൽ ഒരു ഇസ്ലാമിക് ബുക്ക് സ്റ്റാളിൽ നിന്ന് ഖുർആൻ വാങ്ങാൻ കിട്ടും. ആ ഗ്രന്ഥം തന്നെയാണ്, വാങ്ങാൻ കിട്ടും. ഓക്കെ, അതിന്റെ അറബിയിലുള്ളത് കിട്ടും. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പോട്ടെ. അറബി കിട്ടും. ഈ അറബി ടെക്സ്റ്റിലുള്ള ഈ ഖുർആൻ രൂപത്തിലാക്കിയ ഗ്രന്ഥം നമ്മൾ പരിശോധിക്കണമെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ ആധികാരികത നമ്മൾ ആദ്യം വിലയിരുത്തണ്ടേ. ഇതെങ്ങനെയാണ് ഈ ഗ്രന്ഥ രൂപത്തിലായത്? ആരാണ് ഇതിന്റെ ഓദർ? എന്താണ് ഇതിന്റെ സോഴ്സ്? ഇതിന്റെ ഓദർ എന്ന് പറയുന്നത് റസൂലുള്ളാഹിയിലൂടെയാണ് ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ ക്രോഡീകരണം ഉണ്ടായതും ഇങ്ങനെ ഒരു കംപ്ലീഷൻ ഉണ്ടായതും. എവിടെ നിന്ന് എടുത്തിട്ടാണ് മുഹമ്മദ് നബി ഇത് ക്രോഡീകരിച്ചത്? മൂപ്പർ സ്വന്തം വെറുതെ ഇങ്ങനെ മനസ്സിൽ തോന്നിയത് എടുത്തതാണ്. ജിബ്രീൽ വന്നു എന്നൊക്കെ പറഞ്ഞത് ഒരു പൊട്ടക്കഥയാണ്. അത് നമുക്ക് പൊട്ടക്കഥയായിട്ട് എടുക്കാം. ഒറിജിനൽ കഥയാണെന്നും എന്റെ കാഴ്ചപ്പാടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രസരിച്ച് പന്തലിച്ച് ഊർജവും നമുക്ക് തരുന്ന, നമ്മൾ വലിച്ചെടുക്കുന്ന ശ്വാസവും ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം പഠിച്ചാലാണ് ഈ വിഷയത്തിന്റെ ഉള്ളറിയുള്ളൂ. വേണ്ട, നമുക്കൊരു പുസ്തകം എന്ന് പറയുന്നത് 1500 വർഷം മുൻപ് മുഹമ്മദ് നബിയാണ് ഈ പുസ്തകം ക്രോഡീകരിച്ചതെങ്കിൽ ആ മുഹമ്മദ് നബി അങ്ങനെ ഒരു പുസ്തക രചന നടത്തിയതിന് യാതൊരു തെളിവുമില്ല. അങ്ങനെ തെളിവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിശ്വാസം മാത്രമല്ല. അതായത് ഇസ്ലാം മതം, ഞാൻ പറയാം, ഇസ്ലാം മതം എന്ന് പറയുന്ന മതം ഉണ്ടല്ലോ, ഈ മതം നിങ്ങളിപ്പോ കൂടുതൽ പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്ത ഈ മതം മുന്നോട്ട് വെക്കുന്ന ഗ്രന്ഥമാണ് ഈ ഖുർആൻ. ഈ മതം മുന്നോട്ട് വെക്കുന്ന തെളിവ് മാത്രമേ ഖുർആനുമായി ബന്ധപ്പെട്ട് ആകെ നിലവിലുള്ളൂ, ലഭ്യമായിട്ടുള്ളൂ. അങ്ങനെയല്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾ പറയുന്നത് ശരിയല്ല. കാരണം അത് നിങ്ങളുടെ അറിവാ നിങ്ങൾ പറയുന്നത്. ഇതിന്റെ സോഴ്സിനെ കുറിച്ചുള്ള അറിവ് വേറെ സോഴ്സിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇന്ന് കാണുന്ന സകല പുസ്തകങ്ങളും സകലമാന മനുഷ്യരും എന്താണ് സംസാരിക്കുന്നത്? അത് നിങ്ങളുടെ കേവലമായ അവകാശവാദമാണ്. കേവലമായ അവകാശമല്ല, ഞാനത് തെളിവായിട്ട് കാണിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ ഖുർആൻ എടുത്ത് മുമ്പിൽ വെച്ചാൽ ഞാനും വേണേ വന്നിരിക്കും. നമുക്കത് ആ ഖുർആന് നിങ്ങൾ അർത്ഥം വെച്ച് തരും, അതല്ലേ വിശദീകരിച്ചു തരും. ഞാൻ അർത്ഥം വെക്കും ഞാനല്ല. അതിന്റെ ശരിയായ നോളജ് ഉള്ള ആളുകൾ നമുക്ക് വിളിക്കാം. ഒരു വാക്കിന് എത്ര തരം അർത്ഥങ്ങളുണ്ട്? ഒരു വാക്കിന് 100 തരം അർത്ഥം ഉണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നതെന്ന് എത്ര അറിവുള്ള ആളും എങ്ങനെ തീരുമാനിക്കാം? അതായത് അറിവ് എന്ന് പറയുന്നത് പലർക്കും പല തരത്തിലല്ലേ. ഒരേ ഒരു സാധനത്തെ ആണ്, പക്ഷെ പലതരത്തിലാവും. അതുകൊണ്ട് തന്നെ വിഷയം പലതരത്തിലായത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു, ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു. വിഷയം സെയിം ആണ്, പക്ഷെ ഗ്രന്ഥകാരന്റെ ഉദ്ദേശത്തെ മറ്റൊരാളിരുന്ന് വ്യാഖ്യാനിച്ചാൽ എങ്ങനെ ശരിയാവും? ഗ്രന്ഥകാരൻ എന്തോ ഉദ്ദേശിച്ചോട്ടെ, എന്താണ് ഈ എഴുതി വെച്ച് പറയുന്നത് ആരാന്നല്ല വിഷയം, എന്താണ് പറയുന്നത് എന്ന വിഷയം. എന്താണ് പറയുന്നത് എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? അതാണ് ചോദിച്ചത്. ഇത് ഈ പുസ്തകം നോക്കിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. നിലവിൽ ലോകത്തെമ്പാടും പ്രചാരത്തിലുള്ള ഇസ്ലാമിന്റെ ഖുർആനിന്റെ വിശദീകരണങ്ങൾ, അത് എഴുതിയ അതേ ഭാഷയിലുള്ള തന്നെയുള്ള, ഞാൻ പറയാം, തബരിയുടെ മുതൽ ഇങ്ങോട്ടുള്ള നിരവധിയായിട്ടുള്ള വിശദീകരണ ഗ്രന്ഥങ്ങളുണ്ട്. ആ വിശദീകരണ ഗ്രന്ഥങ്ങളാണോ ഇതിന്റെ ആശയം ശരിക്കും? ഇപ്പൊ തബരി ആയാലും ജലാലൈനി ആയാലും അല്ലെങ്കിൽ റാസി ആയാലും എന്തിന്റെ ആശയം? ഖുർആൻ വിശദീകരിച്ചത് അവർ യഥാർത്ഥ ആശയം ഇവരൊക്കെ എഴുതിയത് തന്നെയാണോ? അങ്ങനെ അതായത് ഓരോരുത്തരുടെ രീതിയിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിലും എഴുതിയത്. പിന്നെ അമാനി മൗലവി എഴുതിയിട്ടുണ്ട്, ഇവിടെ കൂറ്റനാട് തഫ്സീർ എഴുതിയിട്ടുണ്ട്,
പിന്നെ മൗദൂദി തഫ്സീർ എഴുതിയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു തഫ്സീറല്ലേ നിങ്ങൾ എഴുതാൻ പോകുന്നത്, നിങ്ങൾ പറയാൻ പോകുന്നത്? അല്ലല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നതാണ് അതിന് ശരിയായത് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. അതെങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്യും? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങളാ പറയുന്നത്. നിങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ളത്. ഞാനൊരിക്കലും ഞാൻ പറയുന്നത് ശരി. നിങ്ങൾ മൗദൂദിയുടെ തഫ്സീർ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാളെ തഫ്സീറല്ല നോക്കുന്നത്. ഞാൻ നോക്കുന്നത് ഇതിന്റെ ഒറിജിനൽ എന്താണ്. ഒറിജിനൽ എന്താണെന്ന് പറയുന്നില്ല, അതാ പ്രശ്നം. ഞാനതാ പറയുന്നത്. ഞാൻ ഒറിജിനൽ പറ്റിയാ പറയുന്നത്. നിങ്ങൾ ഞാൻ ഒറിജിനൽ വേർഷനാണ് ഞാൻ പറയുന്നത്. എല്ലാ മനുഷ്യരെ കുറിച്ചിട്ടും എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ള ഒരേ ആയുധാണ്, ഒറ്റൊരായുധം. പക്ഷെ നമ്മളെ കാഴ്ചയിൽ ഒരു തോക്ക്, ഒരു എക്സാമ്പിൾ പറയാം, ഒരു തോക്ക് 100 പീസ് ഉണ്ടാക്കിയാൽ 100 ആ 100 സാധനത്തിന് ഒറ്റ സാധനം ഉപയോഗിച്ചിരിക്കുന്നത്. അത് 100 വെച്ച് ഉപയോഗിക്കുമ്പോൾ 100 ഒരൊറ്റ ബട്ടണിൽ ക്ലിക്ക് അടിക്കുമ്പോൾ ഒരേപോലെ വർക്ക് ചെയ്യും. അത് തോക്ക് ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, അതേപോലെ തന്നെ. കുറച്ചുകൂടി ഇതിനെ ഒന്നുകൂടി ലളിതമായിട്ട് നിങ്ങളോട് ചോദിക്കാം. അതായത് ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ നിർമ്മിതിയെ കുറിച്ച്, അതിന്റെ ഒറിജിനൽ സോഴ്സിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത് മുഹമ്മദ് നബിയുടെ ചിന്തയിലൂടെ ഉണ്ടായി വന്നതാണെന്നാണ് അല്ലെ? അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെയല്ല പറയണ്ടേ. മുഹമ്മദ് നബി എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ സ്വന്തം ചിന്തയിലല്ല. മുഹമ്മദ് നബി അതാ ഞാൻ ഇപ്പം പറഞ്ഞേ. അതാണ് എനിക്ക് അറിയേണ്ടത്. ഈ ഖുർആന്റെ സോഴ്സ് ആണ് അറിയേണ്ടത്. ഖുർആന്റെ സോഴ്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾ ചോദിക്കുന്നത് അത് ഇതുവരെ നിങ്ങൾ അങ്ങനെയല്ല ചോദിക്കുന്നത്. ഒറിജിനൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ എല്ലാവരും എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യൂല, ഇതാണ് ഖുർആനിൽ എഴുതിയിരിക്കുന്നത്. ഖുർആൻ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും പറയാം. നിങ്ങൾക്ക് ഇപ്പൊ മുഹമ്മദ് ഞാൻ പറയുന്നത് അല്ലല്ല, ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ടാണ്. ബാക്കി വിശ്വാസികൾ പറയുന്നത് തെറ്റാണ്, നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അത് തീരുമാനിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അറിവിന്റെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടേതല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലാരിറ്റി വരും. അതായത് ഖുർആൻ എങ്ങനെ ഉണ്ടായതാണ്, എന്താണ് ഖുർആൻ, എവിടുന്ന് വന്ന ഖുർആൻ അതായത് പറയുന്നത് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം ഇവിടെ എല്ലാം എവിടുന്നാ വന്നേ? ഓരോരുത്തരും നമ്മൾ എവിടുന്നാ വന്നേ അത് ചോദിക്കുമ്പോൾ അതിന് ആൻസർ ഉണ്ടാ? ഞാൻ എഴുതുന്ന വന്ന് നിങ്ങൾ എഴുതുന്ന അതിന്റെ ആൻസർ ആദ്യം കണ്ടെത്തണ്ടേ? വീട്ടിലെ ഖുർആൻ നോക്കണ്ടേ? ഖുർആനിൽ എന്താ ഉള്ളതെന്നുള്ളത്. ഖുർആനെ നമ്മൾ ശരിക്കും പോലെ എന്താണോ എവിടുന്നാന്നും അറിയാതെ ഞാനും നിങ്ങളും ഖുർആനും കൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഖുർആനും കൊണ്ട് ഇരിക്കണ്ടെന്ന്. നമ്മൾ ഖുർആനെ പറ്റി ഇരിക്കുന്നേയില്ല. നിങ്ങൾ ഖുർആന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഖുർആൻ എങ്ങനെ ഉണ്ടായതാണ്? അതായത് ഞാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവാത്തതുകൊണ്ടാണ് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ ചോദിക്കാം. ഒരു മനുഷ്യൻ അയാളുടെ ചിന്തയിൽ നിന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണോ ഖുർആൻ? അതോ അടുത്ത ഓപ്ഷൻ ഒരു ദൈവം, നിങ്ങൾ പറയുന്ന ഈ ആത്മാക്കളെല്ലാം നാളെ ലയിച്ചു ചേരാനിരിക്കുന്ന ആ മഹാശക്തി, ആ ഒരു ചൈതന്യം, അതിൽ നിന്ന് ഈ പറയപ്പെടുന്ന ഗ്രന്ഥകാരനിലേക്ക് പകർന്നു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ലഭിച്ച ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ എഴുതിയതാണോ? അതെ, മുഹമ്മദ് നബിയിൽ നിന്നാണ് ഇതിന്റെ കംപ്ലീഷൻ വരുന്നത്. ഓക്കെ, അതായത് ഇതിനൊരു ഡിവൈൻ സോഴ്സ് ഉണ്ട്, ദൈവികമായ ഒരു കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന മഹാപ്രപഞ്ചത്തിന്റെ മഹാദൈവത്തിൽ നിന്ന് നേരിട്ട് മുഹമ്മദിലൂടെ അവതരിപ്പിക്കപ്പെട്ട വചനങ്ങളാണ് ഖുർആൻ എന്നാണ് നിങ്ങളുടെ വിശ്വാസം? അതെ, വിശ്വാസമല്ല, അത് മുഹമ്മദ് നബിയിലൂടെയാണ് മനുഷ്യർക്ക് അതിന്റെ കംപ്ലീഷൻ വേർഷൻ എത്തിച്ചിരിക്കുന്നത്. അതിന്റെ അതായത് ഖുർആന്റെ മുമ്പ് അതിൽ ജിബ്രീൽ എന്ന് പറയുന്ന ഒരു മൂന്നാം കക്ഷി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് തർക്കമുള്ളൂ. അതെ, ഒരു വഹി എത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ജിബ്രീൽ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നതാണ്. അതായത് മുഖ്യധാര ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ അങ്ങനെ മുറുകെ പിടിക്കുന്ന ഒരാളാണ് നിങ്ങള്. അതായത് അള്ളാഹു എന്ന് പറയുന്നത് ഏകദൈവം, ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു എന്ന് പറയുന്ന ഏകനായ സൃഷ്ടാവ്, ആ സൃഷ്ടാവിന്റെ പ്രവാചകനായിട്ടുള്ള ആള്, പിന്നെ അവൻ നിയോഗിക്കുന്ന മാലാക എന്ന് പറയുന്ന സിസ്റ്റം, ഈ 3 സിസ്റ്റത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ആ സിസ്റ്റം ഉണ്ട് ഇവിടെ. ഇസ്ലാം കാര്യത്തിലെ 3 ഓക്കെയാണ്. ഏത് ഇസ്ലാം കാര്യത്തിലെ 3 ഓക്കെയാണ്? അല്ലാതെ ഇസ്ലാം കാര്യത്തിലുള്ള 6 കാര്യങ്ങളും ഈമാൻ കാര്യത്തിലുള്ള 5 കാര്യങ്ങളും ആ സാധനമേ അല്ല. നിങ്ങൾ പറഞ്ഞ് എഴുതി വെച്ച ആ വാക്കുകളല്ല. അള്ളാഹു എന്ന ഏകദൈവം, ആ ഏകദൈവത്തിൽ നിന്ന് വഹി ലഭിച്ചിരുന്ന പൂർത്തീകരിച്ചു എന്ന് പറയുന്ന ഖാത്തമുൻ നബി എന്ന് പറഞ്ഞ മുഹമ്മദ്, അതെ, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന
ഗ്രന്ഥം, അതായത് ആ സിസ്റ്റം, മലക്ക്. അതെ. ഇതാണ് ഈമാൻ കാര്യത്തിൽ ആദ്യത്തെ 3 അതെ അല്ലേ? അതെ. അള്ളാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, വിശ്വസിക്കുക. അതെ. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഈമാൻ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഇപ്പൊ ഏതൊക്കെയാ? എനിക്കൊന്നും പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. കാരണം ഖാത്തമുൻ നബി എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രവാചകന്മാരെയും മുഹമ്മദ് നബിയുടെ ഖാത്തമുൻ നബി എന്ന പദവിയെയും അംഗീകരിച്ചു. അപ്പൊ 4 ആയി. 1,24,000 പരം. അതെ, എല്ലാം. പിന്നെ നിങ്ങൾ അന്ത്യനാളിൽ വിശ്വസിക്കുന്നില്ലേ? ഉണ്ട്, അന്ത്യനാളുണ്ട്. എല്ലാ നന്മയും തിന്മയും ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ നേരത്തെ പറയും ചെയ്തു. അതെ. അപ്പൊ നിങ്ങൾ ഈമാൻ കാര്യങ്ങൾ 6 വിശ്വസിക്കുന്നു. പിന്നെന്താ അങ്ങനെയല്ല നിങ്ങൾ പറയണേ? എങ്ങനെയല്ലാന്ന്? ഇപ്പൊ ഇവര് എഴുതി പറയണ പോലെ നല്ല ഈമാൻ കാര്യങ്ങൾ നിങ്ങൾ പറയണത് കാരണം? അതെ, അതിന്റെ വിശദീകരണത്തിലേക്ക് വരണം. വിശദീകരണം ഒരു ബുള്ളറ്റ് നോട്ട് ഇട്ടല്ലേ പോയിന്റുകൾ, ഇതെല്ലാം കറക്റ്റ് അല്ലേ? പോയിന്റ് എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ ഈ പോയിന്റിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന വിശദീകരണം അത് തെറ്റുന്നുള്ളൂ. ആ വിശദീകരണം ഞാൻ പറയുന്നത് ലോകത്ത് ഇന്ന് വരെ ഞാൻ പറയാം. നിങ്ങൾ ഈ പറയുന്ന വ്യക്തി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരുന്നു എന്ന് പറയുന്ന മനുഷ്യർ അവരിലൂടെ കൈമാറി എന്ന് പറയുന്ന വിശദീകരണങ്ങളും എഴുത്തുകളും വിശദീകരണങ്ങളും ഉണ്ട്. അതൊക്കെ കലർപ്പുള്ളതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പുതിയതായിട്ടൊരു വിശദീകരണം എന്നോട് പറയുമ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാണ് ശരി എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഒരാളോട് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറയുന്ന അവര് പറഞ്ഞത് ഇവര് പറഞ്ഞൊന്നല്ലോ. എന്താണ് ഖുർആൻ, അതിന്റെ വിശദീകരണം കറക്റ്റ് നിങ്ങൾ ഖുർആനിൽ തുബയ്യിന ലിന്നാസ് എന്ന് മുഹമ്മദ് നബിയോട് ഖുർആൻ പറയുന്നതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തെന്നാ പറയുന്നത്? ഇത് നീയാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത് മുഹമ്മദ് നബിയോട് പറയാനേ. നീ എന്നല്ല പറയുന്നേ, അത് ആടെയാണ് തെറ്റിങ്ങൾ. അതായത് അതായത് ജനങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും അറിവുള്ളതിനനുസരിച്ചിട്ട് വിശദീകരിപ്പിച്ചു മുഹമ്മദ് നബിയിലൂടെ അള്ളാഹു കൊടുത്തയച്ച അങ്ങനെയല്ല സംഭവം. വിശദീകരണം കൊടുക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള മുഹമ്മദ് നബി അല്ലേ? നിങ്ങൾ പറയുന്നത് പോലെ അല്ല സംഭവം. ആണ് നിങ്ങൾ പറയല്ലേ? പിന്നെ അല്ലാതെ വേറെ എന്താ? എന്നെ സംബന്ധിച്ച് ഈ തബരിയുടെ തഫ്സീറും ജലാലൈനയുടെ തഫ്സീറും മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ഖുർആൻ വചനം എനിക്ക് വിശദീകരിച്ചു തരാമെന്ന് പറയുമ്പോ എനിക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഇതിന് കൊടുക്കാൻ പറ്റുക? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കും. നിങ്ങൾ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ വിശദീകരിക്കുന്ന കുറെ പേരെ എനിക്ക് അറിയാം. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവര് മരണപ്പെട്ടു പോയ സ്വന്തം നിലക്ക് ഖുർആൻ ഈ പറയപ്പെടുന്ന പരമ്പരാഗത വ്യാഖ്യാനങ്ങളൊക്കെ പ്രശ്നമാണെന്ന് പറയുന്ന, അത് ഇങ്ങനെയൊന്നും അല്ല, അതിന്റെ അർത്ഥം എഴുതിയത് അങ്ങനെയാണെങ്കിലും വായിക്കേണ്ടത് ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് എനിക്കറിയാം. ആ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ അത് നിങ്ങൾക്ക് എന്ത് രീതിയിലാക്കുക. ഞാൻ നിങ്ങളെ ചെറിയ രീതിയിലൊരു എക്സാമ്പിൾ പറയാലോ. നമുക്ക് അങ്ങും ഇങ്ങൊന്നും പോകണ്ടല്ലോ. നമ്മളെ കൺമുന്നിൽ കാണുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു വിഷയം പറയാലോ. രാജ്യത്തൊരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിനെ എതിർക്കുന്ന എത്ര പേരുണ്ട്, അതിനെ അംഗീകരിക്കുന്ന എത്ര പേരുണ്ട്, അത് ശരിയാണെന്ന് പറയുന്ന എത്ര ആളുണ്ട്. പല രീതിയിലില്ലേ? പക്ഷെ ആ നിയമങ്ങളിലൂടെ നിങ്ങൾ എന്ത് ഇല്ലാന്ന് പറഞ്ഞാലും നിയമം ഗവൺമെന്റ് കൊണ്ടുവരേണ്ടത് നിർബന്ധമായിട്ട് കൊണ്ടുവരൂലേ? അത് ഒരു ബന്ധമുണ്ടല്ലോ. ആ നിയമം തന്നെ ഇതിലുള്ള നിയമം തന്നെയാണല്ലോ ഇവിടെ ഞങ്ങളിപ്പോ പറയുന്നത്. നിങ്ങളും ഞാനും എത്ര തർക്കിച്ചാലും ഞാൻ പറയുന്നത് ഒരു ദൈവമുണ്ട്. ആ ദൈവം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാലത്ത് അല്ല, വിശ്വാസമല്ല, അത് ഒറിജിനലാണ്. അല്ലാണ് വിശ്വാസം എന്ന് പറയുന്നത്. ബോധ്യപ്പെടുന്നത് പോലെ മറ്റൊരാൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അത് വിശ്വാസം തന്നെയാണ്. വേറെന്താ? അല്ലാന്ന് ബോധ്യപ്പെടുന്ന അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട്. കാരണം നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ അറിവിലേക്ക് ഈ ദൈവം എന്ന് പറയുന്ന സാധനത്തിലൊന്നും എന്നെ സംബന്ധിച്ച് അങ്ങനെ ഞാൻ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളല്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല മോനെ. നമ്മൾ പറഞ്ഞു വരുമ്പോ എന്താ വെച്ചാല്, നമ്മൾ ഈ മതം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ ഇപ്പൊ അതിന്റെ പ്രായോഗിക തലത്തിൽ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ ചില തിരുത്തലുകൾ പരിഷ്കാരങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവരുടെ ചിന്തകൾ നല്ലതായിരിക്കാം. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് നിങ്ങൾ എണ്ണാം എന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഇതിനകത്ത് വേറെ ഈ ചർച്ചയിൽ ഒന്നിനും പ്രസക്തി തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിന്റെ വിശ്വാസപരമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണങ്ങളിൽ ചിലയിടത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പരമ്പരാഗത വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ചില വിയോജിപ്പുകളുണ്ട്. അത്രേ ഉള്ളൂ. അതിനുള്ള വിഷയം വരുന്നത്. അങ്ങനത്തെ വിഷയം വരാൻ വിഷയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരൊറ്റ കഥയാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങളെ പോലെ വിചാരിക്കുന്ന ഒരാള് പിന്നെ വലിയ രീതിയിലുള്ള ഖുർആൻ വിശദീകരണങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്.
അദ്ദേഹവുമായിട്ട് ഞാൻ ഇതേ വിഷയം സംസാരിച്ചു മണിക്കൂറുകൾ. അപ്പോ നേരിട്ട് കണ്ട് ഞങ്ങൾ ഇരുന്നാണ്. അപ്പൊ ഇരുന്ന അവസാനം പുള്ളി പറഞ്ഞത് ഇങ്ങനെ ഖുർആൻ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനിലും വഹി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. എനിക്ക് നിങ്ങൾക്കും വഹി ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഖാത്തമുൻ നബി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. പുള്ളി കുറച്ചുകൂടി പുരോഗമനമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ മനുഷ്യനിലും വഹിയുണ്ട്, ഓരോ മനുഷ്യനിലും ഈ വഹി പ്രവർത്തിക്കുന്നുണ്ട്, ഓരോ മനുഷ്യനും ദിവ്യബോധനം അപ്പപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ പിന്നെ 1500 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യന് ലഭിച്ച അദ്ദേഹത്തിന്റെ വഹി നിലവിൽ ലൈവായിട്ട് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അതിന്റെ മുകളിൽ കെട്ടിമറിഞ്ഞ് തർക്കിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് എന്റെ വഹി അനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ മതി. നിങ്ങളെ വഹി അനുസരിച്ച് പോകുന്നുണ്ട്. പക്ഷെ എന്റെ വഹിയില് ദൈവമല്ല, അതാണ് പ്രശ്നം. ആ മതി, പ്രശ്നമില്ല. ദൈവം ഇല്ലാന്ന് നിങ്ങൾക്ക് പറയും. ഞാനത് ദൈവം ഉണ്ടെന്ന് ഞങ്ങളോട് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഈ ഖുർആൻ ഏറ്റുപിടിച്ച് നടക്കുന്നതിൽ തന്നെ ഒരു ലോജിക് ഉണ്ട് എന്ന് പറയാൻ കാണുന്ന നിങ്ങളിനി എന്ത് സംസാരിച്ചാലും ഇതെല്ലാം ഖുർആനിൽ പറയുന്നത് ഒരു കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിൽ ആ സമൂഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും അപൂർണവും ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് പോലും അരോചകവുമാവുന്ന നിരവധി നിയമങ്ങളുള്ള പുസ്തകമാണ്. എല്ലാം ഞാൻ നിയമത്തിന്റെ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗവൺമെന്റ് പൊളിറ്റിക്കൽ നിയമമായിട്ടാണ്, രാഷ്ട്രീയ നിയമം. ആ നിയമം തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും വന്നിരിക്കുന്ന നിയമങ്ങളും. ആ നിയമങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ആ ഗ്രന്ഥം അവതരിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അംഗീകരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞല്ലോ. അംഗീകരിക്കാന്ന് പറഞ്ഞാൽ നിയമപുസ്തകത്തിൽ ഉള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. അംഗീകരിക്കാൻ മനസ്സിലാത്ത ആളുകളുടെ കാര്യമല്ല. ഇപ്പോ ഭർത്തൃമതിയായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിലും കുഴപ്പമില്ല, യുദ്ധത്തിൽ പിടികൂടിയാല് അവളെ നിങ്ങൾക്ക് ശാരീരികമായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു വചനം അതിനകത്ത്. അതിന് നിങ്ങൾ എന്ത് വിശദീകരണം കൊടുക്കുന്നു എന്നുള്ളത് അപ്രസക്തമാണ്. കാരണം ആ മതനിയമത്തെ കൃത്യമായി കാലാകാലങ്ങളിലായിട്ട് അറബി അറിയാവുന്ന പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുള്ള അങ്ങനെ തന്നെ. അതിന്റെ അടിസ്ഥാനത്തിൽ മതഗ്രന്ഥങ്ങളും മതനിയമങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾ 4:24 മാത്രം വിശദീകരിച്ചു തന്നാൽ മതി, ബാക്കി നമുക്ക് ഇപ്പം പറഞ്ഞതിനുള്ള മറുപടി ഞാൻ മാത്രം പറഞ്ഞുതരാം. 4:24 മാത്രം എനിക്ക് വിശദീകരിച്ചു തന്നാൽ മതി. ഏതാ 4:24 സൂറത്ത് നിസായിലെ 24-ാമത്തെ വചനം. 24-ാമത്തെ വചനം എന്താ? അതിന്റെ വിശദീകരണം നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാണ്. നിങ്ങളെ വിശദീകരണം കേൾക്കാൻ എനിക്ക് താല്പര്യം. എന്തെന്നാ നിങ്ങളെ യാതൊന്നും അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനിപ്പോ വണ്ടിയിലാണ്, യാത്ര തന്നെയാ. ഞാൻ നോക്കിട്ട് പറയാനാ, വിളിച്ചു പറയാനാ. പിന്നെ നിങ്ങൾ പിന്നെ പറഞ്ഞാലും മതി. നിങ്ങൾക്ക് ഇപ്പൊ അറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. നോക്കി പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങളിപ്പം പറഞ്ഞതിന്റെ വിഷയം മാത്രം. അൽ മുഹ്സനാത്തു മിനൻ നിസാഇ എന്ന് തുടങ്ങുന്ന ആയത്താണ്. നിങ്ങൾ ഇന്ന് ഭർത്തൃമതികളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഒഴിക്കുക പറഞ്ഞ ഭാഗം. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം വിശദീകരണം ഞാൻ പറഞ്ഞു. അല്ലല്ല, അറബിന്റെ അർത്ഥം പറയൽ അടക്കട്ടെ. ഞാൻ വിശദീകരണം മലയാളത്തിൽ ഒരു വചനത്തിന്റെ അർത്ഥം അതാ ഞാൻ പറഞ്ഞത്. പറയൂ എന്ന് പറയുമ്പോ അതിൽ ഏതെല്ലാം രീതിയിലുള്ള ഉച്ചാരണം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ല, പറയൂ എന്ന് പറഞ്ഞാൽ ഈ സംസാരിക്കൂന്നുള്ള അർത്ഥമില്ലേ? ഉണ്ട്. അത് ഏത് മീഡിയത്തിലൂടെ ആയാലും കുഴപ്പമില്ല. പറയൂന്ന് പറഞ്ഞാൽ പറയൂന്നാണല്ലോ അർത്ഥം, കൺവേ ചെയ്യൂന്നാണ് അർത്ഥം. അതെ, പറയൂ എന്ന് പറയുമ്പോൾ പറയൂ എന്ന് തന്നെയാണ് അർത്ഥം. നിങ്ങൾ അതായത് അർത്ഥം പറഞ്ഞത് നിങ്ങൾ അതിന്റെ വിശദീകരണങ്ങൾ ആയിക്കോളെ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോ പറഞ്ഞ സംഭവം യുദ്ധം ചെയ്തതിന്റെ വിഷയമാണ് നിങ്ങളിപ്പോ പറഞ്ഞേ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അതെ, യുദ്ധത്തിൽ കിട്ടുന്ന പെണ്ണിന്റെ കഥയാണല്ലോ പറഞ്ഞേ. യുദ്ധമൊന്നും ഇല്ല ഇതില്. പിന്നെ യുദ്ധം നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ലല്ലോ, നിങ്ങളിപ്പം പറഞ്ഞത് ഒരു പെണ്ണിനെ, ഭർത്തൃമതിയായ പെണ്ണിനെ ആണെങ്കിൽ യുദ്ധത്തിൽ കിട്ടിയ ഒരു പെണ്ണിനെ. നിങ്ങൾ മറ്റു പല ആൾക്കാരും എഴുതിയ വിശദീകരണമാണ്, നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഖുർആൻ വചനം നോക്കിയാൽ മതി. അല്ല, നിങ്ങൾ പറഞ്ഞ വാക്കിലുള്ള മറുപടി ഞാൻ പറയുന്നത്. ഇവിടെ പല മൂല്യന്മാരും അല്ലെങ്കിൽ പണ്ഡിതന്മാരും എഴുതി വെച്ചുള്ള വ്യാഖ്യാനാണെന്നേ. അത് നിങ്ങൾ അംഗീകരിക്കൂലല്ലോ. നിങ്ങൾ തബരീനെയും ജലാലൈനിന്റെ വിശദീകരണം അതേപോലെ അംഗീകരിക്കുന്ന ആളല്ലല്ലോ. അതുകൂടി നിങ്ങളുടെ വിശദീകരണം കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതാ ഞാനും പറയുന്നേ. ആയത്തൊന്ന് വിശദീകരിച്ചിട്ടല്ല അർത്ഥം പറഞ്ഞിട്ട് പിന്നെ അതിന്റെ വിശദീകരണത്തിലേക്ക് പോയാൽ അത് കുറച്ചുകൂടി സൗകര്യപ്രദമായിരിക്കും. നിങ്ങളിപ്പോ ചെയ്യുന്ന എന്താണെന്നറിയാ, നിങ്ങൾ എല്ലാ സംഘടനയും നിഷേധിച്ചിട്ട് നിങ്ങളതായിരിക്കുന്ന രീതിയിലും നിങ്ങളായിരിക്കുന്ന രൂപത്തിലും ഉണ്ടാക്കി വെച്ചിരിക്കാൻ. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ ആയത്ത് നിങ്ങൾ എങ്ങനെ വിശദീകരിക്കുന്ന കേൾക്കാൻ കൗതുകം ഉണ്ടെന്ന് പറഞ്ഞോളൂ.
ഈ ആയത്തല്ല, എനിക്ക് ഈ ആയത്ത് ഞാൻ നോക്കിയത് എനിക്ക് തിരിയും. എനിക്ക് അങ്ങനെ ഖുർആൻ അങ്ങനെ വലിങ്ങനൊന്നും അറിയില്ല. പഠിച്ചോനെ, വെറുതെ എത്ര മണിക്കൂർ ഞാൻ കളഞ്ഞു ഈ ഖുർആനെ കുറിച്ച് നിങ്ങളും ഞാനും സംസാരിച്ചിട്ട്. നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾ വിശദമായിട്ട് വിളിക്ക്. എനിക്ക് നിങ്ങൾ ആ ആയത്തൊന്നും നിങ്ങളെ വിശദീകരണം കേൾക്കാൻ താല്പര്യം. ആയത്തിന്റെ വിശദീകരണം മാത്രം കേൾക്കട്ടെ. എത്ര നിങ്ങൾ സൂറത്ത് നിസായില് 24-ാമത്തെ വചനം. ഓക്കെ, ഞാൻ നോക്കിയിട്ട് ഒന്ന് നോക്കിയിട്ട് വിശദമായിട്ട് വിളിച്ചിട്ട് പറയും, നമുക്ക് സംസാരിക്കാം. ഇടക്കിടക്ക് വിളിക്കാനും ചെയ്യാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നായിക്കോട്ടെ. ശരി, ഓക്കെ.